ഇപ്പം ഇന്നലെ കുറേ നാളുകൾക്ക് ശേഷം എനിക്ക് തോന്നുന്നു ഒരു വർഷത്തിന് മേലെ കണ്ടായിട്ടാണെന്ന് തോന്നുന്നത് മുജാഹിദ് ബാലുശ്ശേരിയുടെ ചാനലിൽ അവിടെ പൂച്ച പെറ്റ് കിടക്കുമായിരുന്നു. ഇന്നലെ യാദൃശ്ചികമായിട്ടൊരു വീഡിയോ ഉണ്ട്. അതിതാണ് സംഘടന ക്ലിപ്പ് മുറിച്ച് പ്രചരിപ്പിച്ചവരോട് സ്നേഹപൂർവ്വം എന്നും പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ. ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ പഠിച്ചോനെ നമ്മളെ വല്ല സാധനമാണോ, നമ്മൾ വല്ലതും ചെയ്തതിൻ്റെ ആണോ എന്നൊക്കെ ഉള്ളൊരു ആകാംക്ഷ. അപ്പം ഞാനിതെല്ലാം വീഡിയോ കണ്ടു. വീഡിയോ കണ്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി. ഒന്നാമത് ഇദ്ദേഹം ഇരിപ്പ് എന്തോ അസുഖബാധിതനെ പോലെയാണ് എനിക്ക് തോന്നുന്നത്. പോട്ടെ, എന്തായാലും ജീവനോടെ ഉണ്ട് അദ്ദേഹം, കൂടുതൽ കാലം ജീവിച്ചിരിക്കട്ടെ എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കാരണം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതിൻ്റെ പേരിൽ ആളോട് അങ്ങനെ ഒരു വിരോധമൊന്നും നമുക്കില്ല. അങ്ങനെ ഇവിടെ വിശ്വാസികളെന്ന് പറഞ്ഞ് പോയി ചത്തൂടെ എന്നൊന്നും നമ്മളോട് ചോദിക്കണ മാതിരി നമ്മൾ തിരിച്ചു ചോദിക്കാറില്ല. അതൊന്നുമല്ല അതിൻ്റെ പരിഹാരം. നിങ്ങൾക്ക് ഉത്തരമുണ്ടെങ്കിൽ നിങ്ങൾ ഉത്തരം തരാം. നിങ്ങൾക്ക് ഉത്തരം മുട്ടുമ്പോൾ പോയി ചത്തൂടെ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയുന്നത് ആത്മഹത്യ ഒരു പാപമാണെന്ന് നിങ്ങൾ പറയുന്നത്. ബാക്കിയുള്ള ആളുകൾക്ക് ആത്മഹത്യ പ്രേരണ കൊടുക്കുകയും ചെയ്യാന്ന് പറയുമ്പോൾ നിങ്ങൾ ഇരട്ടത്താപ്പാണ് കാണിക്കുന്നത്. നിങ്ങൾ ആത്മഹത്യ പ്രേരണ കുറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വേണമെങ്കിൽ ഞാൻ കേസ് കൊടുത്താൽ നിങ്ങളകത്ത് പോകും, അത് വേറെ കാര്യം. പോട്ടെ. അപ്പോൾ ഏതായാലും ഇവിടെ മുജാഹിദ് ബാലുശ്ശേരി ഇങ്ങനെ ഒരു അവസരത്തിൽ ഇരുന്നുകൊണ്ട് ഒരു വീഡിയോ ചെയ്യുന്നത് കണ്ടു. അപ്പോൾ അതിൻ്റെ ടൈറ്റിൽ ഇതാണ്. സംഗതി എന്താണ്? എനിക്കത് കേട്ടപ്പോൾ ഒറ്റ കാര്യമാണ് എനിക്ക് പറയാനുള്ളൂ. അതായത് ഈ പറയുന്ന സംഗതികളിൽ നിന്നും അവരവർക്ക് ആവശ്യമുള്ള സംഗതികൾ മുറിച്ചുകൊണ്ട് പോയിട്ട് പ്രചരിപ്പിച്ച് അത് വലിയ നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കുന്നതിൽ മനം നൊന്ത് അതിനുള്ളൊരു മറുപടി ആയിട്ടാണ് ഇത് കൊടുക്കുന്നത്. ഇദ്ദേഹം എന്തോ വിസ്ഡം സംഘടനയെക്കുറിച്ച് എന്തോ പറഞ്ഞു. സംഗതി നല്ല ഉദ്ദേശത്തിലാണ് പറഞ്ഞത്, ഞാനത് കേട്ടു. പക്ഷേ ആളുകൾ അത് മുറിച്ച് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തു? ഇദ്ദേഹം സംഘടനയെ തള്ളി പറഞ്ഞു എന്നുള്ള രീതിയിലാക്കി മാറ്റി. അത് ഇദ്ദേഹത്തിന് വലിയ ഡാമേജ് ഉണ്ടാക്കി. അപ്പോൾ ഇദ്ദേഹം അതിന് കരഞ്ഞ് നിലവിളിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് സംഭവം. അപ്പോൾ ഞാനത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഇത്രയേ ഉള്ളൂ. അതായത് ഇപ്പോൾ നമ്മളൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് കട്ട് ചെയ്ത് കൊണ്ടുപോയിട്ട് ഇവരെന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു. അന്ന് ഇവർക്ക് നമ്മൾ പറയാറുണ്ട് നിങ്ങൾ മുഴുവൻ കേൾപ്പിക്കും എന്ന് പറയുമ്പോൾ മനസ്സിലാക്കാത്ത ആളുകൾ ഇന്ന് അവർക്ക് ഇതേപോലെ പണി കിട്ടിയപ്പോൾ കിടന്ന് നിലവിളിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ബാലുശ്ശേരിയോടൊക്കെ എനിക്ക് പറയാനുള്ളത്, കൊടുത്താൽ കൊല്ലത്തും കിട്ടുന്നൊക്കെ പറയണ കേട്ടിട്ടില്ലേ? ഇത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. പിന്നെ നമ്മളത് കാര്യമാക്കാറില്ല. കാരണം എന്താണ്? നിങ്ങൾ മുസ്ലിങ്ങൾ ആയിട്ടുള്ള ആളുകൾ ഈ മതം പ്രചരിപ്പിക്കാൻ വേണ്ടി ഈ ജിഹാദുമായിട്ട് ഇറങ്ങി നടക്കുമ്പോൾ ഈ ജിഹാദിൻ്റെ ഭാഗമാണല്ലോ ഇച്ചിരി നുണ പറയാന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് ചെയ്യും, അത് നമുക്കറിയാം. അതുകൊണ്ട് നമ്മളതങ്ങ് ക്ഷമിച്ചു തരാണ്. അപ്പോൾ അത് നിങ്ങൾ തുടർന്നോളൂ. പക്ഷേ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുമ്പോൾ കിടന്ന് ഇതേപോലെ നിലവിളിക്കുന്നതിൽ വലിയ കഥയൊന്നുമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും ആ കാസിമി ഉസ്താദിനെയൊക്കെ ഒന്ന് കണ്ടുപഠിക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ കഴിഞ്ഞ ദിവസം നമ്മളൊരു ഇൻ്റർവ്യൂ നടത്തിയപ്പോൾ അവിടെ അവതാരകൻ എന്നോട് ചോദിച്ചു, ഒസാമ ബിൻ ലാദന് വേണ്ടി മയ്യത്ത് നിസ്കരിച്ച പള്ളിയിൽ നിന്ന് ഇങ്ങനെ പരാമർശിച്ചു പോയി. അപ്പം നമ്മൾ അവിടുത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇവിടെ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്ക് ഒരു തീവ്രവാദി ആര്, തീവ്രവാദി അല്ലാത്ത ആൾ ആര് എന്ന് മനസ്സിലാക്കിയിട്ടൊരു സംഗതി ചെയ്യാനോ ചെയ്യാതിരിക്കാനോ ഉള്ള ഒരു പ്രവണത അത് വളരെ കമ്മിയാണ്. അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒസാമ ബിൻ ലാദന് മയ്യത്ത് നിസ്കരിക്കാൻ ആഹ്വാനം ചെയ്യുന്ന പള്ളികൾ പോലും ഇവിടെ ഉണ്ടാകുന്നു. ഒരു പള്ളിയൊന്നുമല്ല, ഇഷ്ടംപോലെ പള്ളികളിൽ അന്ന് നടന്നിട്ടുണ്ട്. എനിക്കറിയുന്ന ഒരുപാട് ആളുകൾ അത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കുറേ കാലങ്ങൾക്ക് മുന്നേ സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. എന്തായാലും അന്നത് സംഭവിച്ച് അതിൻ്റെ പേരിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പല തവണ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ആ അവതാരകൻ അത് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് പള്ളി ഏതാണെന്ന് അറിയണം, എന്നിട്ട് അത് തള്ളാണ്. കാരണം അജ്മൽ കസബിൻ്റെ വിഷയം പറഞ്ഞപ്പോൾ തന്നെ പുള്ളി അത് തള്ളാണ്. അപ്പം നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ പ്രവണതയെ നമ്മൾ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ പുള്ളിക്ക് ഉടനെ അതിൻ്റെ ഡീറ്റെയിൽ വേണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ ഡീറ്റെയിൽ പറയാൻ എനിക്ക് സൗകര്യമില്ല, നിങ്ങൾ വേണേ എടുത്താൽ മതി എന്നുള്ള രീതിയിൽ പറഞ്ഞു. പക്ഷേ അത് പിന്നെ അവർ കട്ട് ചെയ്ത് മുറിച്ച് കൊണ്ടുപോയി. എന്നിട്ട് ഞാൻ പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ നിലവിളിയായിരുന്നു. അപ്പോൾ ഏതായാലും അത് ഞാൻ പിന്നീട് ഒരു ഉത്തരം അതിൻ്റെ പോസ്റ്റായിട്ട് ഫേസ്ബുക്കിലിട്ടപ്പോൾ അത് വലിയ വൈറലായി. അങ്ങനെ വൈറലായി അത് കൊണ്ടുപോയി ആളുകൾ പള്ളിയിലെത്തിച്ചു. അങ്ങനെ പള്ളിയിലുള്ള ആളുകൾ അത് ഒരു കുറിപ്പായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ആരും ഏതാണ് പള്ളി, ഞാൻ അങ്ങനെ പള്ളിയുടെ പേര് പറഞ്ഞിട്ടില്ല, അങ്ങനെ ഒരു പള്ളിയേ ഇല്ല എന്നും പറഞ്ഞ് ഈ വഴിക്ക് എഴുന്നള്ളുണ്ട്. പള്ളി ഏതാണെന്നുള്ളത് ഇവിടെ തന്നെ ഉണ്ട്. പ്രമേയം അവർ മീറ്റിംഗ് കൂടി പള്ളിയിൽ, ചാത്തമംഗലം മുസ്ലിം മഹല്ല് ജമാഅത്ത് കമ്മിറ്റി 28/10 അവിടെ മീറ്റിംഗ് കൂടിയിരിക്കുകയാണ്. അതായത് കഴിഞ്ഞ മാസം ഒക്ടോബർ 28 മീറ്റിംഗ് കൂടി. എന്നിട്ട് അതിൽ അവർ എഴുതിയിരിക്കുന്ന ഒരു സാധനം, ഈ നമ്മളെ മുസാജിയാണ് കേട്ടോ, നമുക്ക് അറിയുന്ന ആളാണ് മുസാജി, നമ്മളോട് ക്ഷമിക്കുക, വേറെ ഒന്നുമില്ല. മുസ്ലിങ്ങളുടെ ഇടയിലുള്ള ദുഷ്പ്രവണതകൾ കണ്ടാൽ നമ്മൾ അഡ്രസ്സ് ചെയ്യും, അതിൻ്റെ ഭാഗമാണ്. നമുക്ക് അറിയുന്ന ആളുകളാണ് മുസാജിയൊക്കെ. അവർക്ക് നല്ല മനുഷ്യന്മാരാണ്, ഉള്ള കാര്യം പറയാമല്ലോ. ഇവരൊന്നും അറിഞ്ഞുകൊണ്ടായിരിക്കില്ല ചിലപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത്. അത് അന്നത്തെ ഒരു ഉസ്താദുണ്ട്, ആ ഉസ്താദ് കുറച്ചൊരു, അതായത് എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ സാധാരണ പള്ളിയിലുള്ള ഉസ്താദുമാരൊക്കെ സാധാരണ ഒരു വെള്ളയും ജിന്നിൻ്റെ രൂപത്തിലൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ ആ പള്ളിയിൽ ആദ്യമായിട്ട് ഈ അറബി വേഷത്തിൽ വന്ന് ഒരു കുത്തുബയും കുറച്ച് എക്സ്ട്രാ ഫിറ്റിങ്സോടൊക്കെ കൂടി വന്ന് ഇതേപോലെ വലിയ ഒരു എന്താ പറയുക, ഒരു അറബിത്വം, ഒരു പേപ്പട്ടി മതത്വം അങ്ങ് അപ്ലൈ ചെയ്യുന്ന രീതിയിലേക്ക് വന്ന ഒരു ഖത്തീബ് ഉണ്ടായിരുന്നു. മൂപ്പരാണ് ഇത് ചെയ്തതെന്നാണ് എൻ്റെ ഓർമ്മ. മൂപ്പർ വന്നതിന് ശേഷമാണ് പല കാര്യങ്ങളും ഇതേപോലെ തുടങ്ങിയത്. മൂപ്പരെ എനിക്ക് ഓർമ്മയുണ്ട്, പുള്ളി വലിയ സംസാരവും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ മൂപ്പര് പാൻ പരാഗിൻ്റെ ആളായിരുന്നു. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, അന്നിങ്ങനെ ആലോചിക്കും, നമുക്ക് ഈ സാധനത്തോട് നമുക്ക് യോജിപ്പില്ല, പക്ഷേ പുള്ളി ഈ പറയുന്ന പാൻ പരാഗ് തിന്ന് പല്ലൊക്കെ ഫുൾ ഇതേപോലെ ഇങ്ങനെ തിരികെ
മാറ്റുന്ന പരിപാടി ഉണ്ടല്ലോ, അതൊക്കെ ചെയ്യുന്ന ഒരു ടീമാണ്, ഒരു ഉസ്താദാണ്, ഖത്തീബാണെന്ന് ആലോചിക്കുക. ഇതൊക്കെ ചെയ്താണ് നടക്കുക. അപ്പോൾ ഇഞ്ചാതി ടീമൊക്കെയാണ് ഈ പള്ളിയിൽ ഈ പറയുന്ന ഉസ്താദുമാരായിട്ടൊക്കെ ഉള്ളതെന്നുള്ളത് വേറൊരു വിഷയം. പോട്ടെ, അത് നമ്മൾ ക്ഷമിച്ചു. ഇതേപോലെ മറ്റൊരു പള്ളിയിൽ ഇതിങ്ങനെ പോയി. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പള്ളി എൻട്രി എവിടെയാണെന്ന് പെട്ടെന്ന് കാണുന്നില്ല. ഇവിടെ എറണാകുളം ജില്ലയിൽ അങ്ങോട്ടുള്ളൊരു പള്ളിയാണ്. അപ്പോൾ യാത്രയിൽ കയറിയതാണ് മൂത്രമൊഴിക്കാൻ വേണ്ടിയിട്ട്, ലോഹർ നിസ്കരിക്കാമല്ലോ, രണ്ടും കൂടി ഒപ്പിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. അപ്പോൾ അവിടെ കയറി നോക്കിയപ്പോൾ പോകുന്ന വഴിക്കുണ്ട്, ഒരു ജനലിൻ്റെ അടുത്ത് വന്നപ്പോൾ ഇങ്ങനെ സിഗരറ്റ് കുറ്റി ഇങ്ങനെ കിടക്കുന്നു. അപ്പോൾ നോക്കിയപ്പോൾ എന്താണ്, അവിടെ ഉസ്താദ് ഖത്തീബ് അവിടെ താമസിക്കുന്ന റൂമാണ് മുകളിൽ. അവിടെ ഇരുന്നിട്ട് പുള്ളി ഇങ്ങനെ വലിക്കും, എന്നിട്ട് താഴേക്ക് സിഗരറ്റ് കുറ്റി ഇടുന്നതാണ് ഈ കാണുന്നത്. ഇതാണ് ഉസ്താദുമാരുടെ അവസ്ഥ. ഉത്തമ മാതൃക ആണ് എന്നൊക്കെയാണ് അവർ പറയാറുള്ളത്. ഏറ്റവും നല്ല മതം അങ്ങനെ തിന്ന് ജീവിക്കുന്ന ആളുകളാണ്. പക്ഷേ ഇതാണ് കഥ. പാൻപരാഗ് ഇനി കള്ളു കുടിക്കണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയാത്തുള്ളൂ, അത് പിന്നെ എന്താണെന്നറിയില്ല. എന്തായാലും പാൻപരാഗ് വെക്കുന്ന ഉസ്താദുമാരെ ഞാൻ കണ്ടിട്ടുണ്ട്, അതേപോലെ സിഗരറ്റ് വലിക്കുന്ന ഉസ്താദുമാരെ നമ്മൾ കണ്ടിട്ടുണ്ട്, അതും ചെയിൻ സ്മോക്കേഴ്സ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഉസ്താദായിരുന്നു ഈ ഉസ്താദ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് ഇത് നടന്നതെന്നാണ് എൻ്റെ ഓർമ്മ. എന്തായാലും കുറേ കാലം മുന്നെയാണ്. അപ്പോൾ ഇതിൽ ഇവർ ഒരു കുറിപ്പ് എഴുതിയിരിക്കുകയാണ്. ആരിഫ് ഹുസൈൻ തെരുവത്ത് എന്ന് പറഞ്ഞ വ്യക്തി 26/10/2025 തീയതി ചെയ്ത വീഡിയോയിൽ സംസാരിക്കുന്ന സമയത്ത് ഒസാമ ബിൻ ലാദൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒരു പള്ളിയിൽ അദ്ദേഹത്തിൻ്റെ മയ്യത്ത് നിസ്കാരം നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്നത് കേൾക്കാൻ ഇടവന്നു. ഏത് പള്ളിയിൽ വെച്ചാണ് അത് നടന്നതെന്ന് വ്യക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ട് ധാരാളം ആളുകൾ കമൻറ്റ് ബോക്സിലൂടെ ആവശ്യപ്പെടുകയുണ്ടായി. എന്നാൽ പിറ്റേ ദിവസം തൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റിൽ ഒസാമ ബിൻ ലാദന് മയ്യത്ത് നിസ്കരിച്ച പള്ളി ചാത്തമംഗലം ജുമാ മസ്ജിദ് കോഴിക്കോട് എന്ന സത്യവിരുദ്ധമായി പോസ്റ്റ് ചെയ്തതായി കാണുന്നു. ഇത് തികച്ചും സത്യത്തിന് വിരുദ്ധമായ കാര്യമാണ്. ചാത്തമംഗലം ജുമാ മസ്ജിദിൻ്റെ ചരിത്രത്തിൽ ഒരു തീവ്ര വർഗീയവാദിയുടെ പ്രവർത്തനങ്ങൾക്കും ആശയങ്ങൾക്കും പിന്തുണ കൊടുക്കുകയോ അത്തരം ആളുകൾക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കുകയോ പ്രാർത്ഥിക്കുകയോ ഇന്നേ വരെ ചെയ്തിട്ടില്ലാത്തതുമാണ്. മേലിലും അത്തരം പ്രവർത്തനങ്ങളെ നിരുത്സാഹപ്പെടുത്തണമെന്ന കാഴ്ചപ്പാടാണ് ചാത്തമംഗലം മഹല്ല് കമ്മിറ്റിക്കുള്ളത്. ആയതിനാൽ ആരിഫു ഹുസൈൻ തെരുവത്ത് എന്ന വ്യക്തിയുടെ മേൽപ്പറഞ്ഞ വീഡിയോയും ഫേസ്ബുക്ക് പോസ്റ്റും ചാത്തമംഗലം ജുമാ മസ്ജിദിനും മഹല്ല് കമ്മിറ്റിക്കും മഹല്ല് നിവാസികൾക്കും മഹല്ല് അംഗങ്ങൾക്കും അപകീർത്തികരവും സൽപ്പേരിന് പൊതുജനമധ്യത്തിൽ പേരുദോഷം വരുന്നതിന് ഇടയാക്കുന്നതുമാണ്. ഇത്തരം വീഡിയോയും പോസ്റ്റും വിവിധ മതസമൂഹങ്ങൾക്കിടയിൽ ശത്രുതയും ഭിന്നതയും വെറുപ്പും ഉണ്ടാക്കുന്നതാണ്. അതിനാൽ ആരിഫു ഹുസൈൻ തെരുവത്ത് എന്ന വ്യക്തിയുടെ ഇത്തരം നടപടികളെ ചാത്തമംഗലം മുസ്ലിം മഹല്ല് ജമാഅത്ത് കമ്മിറ്റി ശക്തമായി അപലപിക്കുന്നു. മൂസ ഹാജി, പ്രസിഡന്റ്. ഇതാണ് കത്ത്. അപ്പോൾ ഈ കത്തിലൂടെ നമുക്ക് പറയാനുള്ള കാര്യം, ഇവർ തള്ളിയിരിക്കുകയാണ് കേട്ടോ. ഒന്നാമത്തെ കാര്യം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഈ പറയുന്ന സാധനം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അപകീർത്തികരമാണ് എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. നിങ്ങളിത് കേസിന് പോകണം. ഞാൻ അപകീർത്തിപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ കേസിന് പോവുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. കാരണം നിങ്ങൾക്ക് എന്താ അത് ചെയ്യാൻ ധൈര്യമില്ലാത്തതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം ഞാൻ ഇപ്പോഴും എൻ്റെ ചെവിയിൽ മുഴങ്ങി കേൾക്കുന്ന ആ ഒരു സംഭാഷണമാണ്. അതായത് ഈ ഒസാമ ബിൻ ലാദൻ കൊല്ലപ്പെട്ട ദിവസം രാവിലെ നമ്മൾ വാർത്ത അറിയുന്നു, വെള്ളിയാഴ്ച പള്ളിയിലേക്ക് പോകുന്നു. എന്നിട്ട് നമ്മളവിടെ ചെല്ലുമ്പോൾ അവിടെ ഉസ്താദ് ഇങ്ങനെ പറയാണ്, അതായത് നമ്മളുടെ ഒരു നേതാവാണ്, ഓക്കെ, ആ നേതാവ് കൊല്ലപ്പെട്ടിരിക്കുകയാണ്. സാമ്രാജ്യത്വ ശക്തികൾ, അമേരിക്ക പോലെയുള്ള വൻ സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെ പോരാടിയ ഒരു മുസ്ലിം നേതാവാണ്. അപ്പോൾ അങ്ങനെയുള്ള നേതാക്കൾ എവിടെയോ മരിക്കുമ്പോൾ നമ്മൾ മയ്യത്ത് നിസ്കരിക്കുക എന്ന് പറയുന്നത് അങ്ങനെ അതിൻ്റെ റൂളിംഗ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേതാവായതുകൊണ്ട് അങ്ങനെ ഒരു ആഹ്വാനം ഉണ്ടെങ്കിൽ നമുക്ക് നിസ്കരിക്കാം, അത് നമ്മുടെ നാട്ടുകാരനാകണമെന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് മയ്യത്ത് നിസ്കാരം അങ്ങോട്ട് തുടങ്ങുന്നു, കൈ കെട്ടുന്നു, അല്ലാഹു അക്ബർ പറയുന്നു. ഇതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഞാനിത് കേട്ടിട്ട് ഇതെന്ത് തൈരാണ് എന്ന് ചോദിച്ച് ഞാൻ തിരിഞ്ഞ് നടക്കുന്നു. ഇതാണ് എൻ്റെ മനസ്സിലുള്ള സാധനം. കാരണം ഇത് നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുന്നൊരു സാധനമാണ്. ഇനി ഇവർ പറയുന്നത് എന്താണ്, ഇങ്ങനെ പ്രാർത്ഥിക്കുകയോ ഇന്നേ വരെ ചെയ്തിട്ട്, അതായത് അത്തരം ആളുകൾക്ക് തീവ്ര വർഗീയവാദിയുടെ പ്രവർത്തനങ്ങൾക്കും ആശയങ്ങൾക്കും പിന്തുണ കൊടുക്കുകയോ അത്തരം ആളുകൾക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കുകയോ പ്രാർത്ഥിക്കുകയോ ഇന്നേ വരെ ചെയ്തിട്ടില്ലാത്തതുമാണ്. ഈ പള്ളിയിൽ തന്നെയാണ് നമ്മളുടെ യാസർ അറാഫത്തിന് വേണ്ടിയിട്ട് നിസ്കരിച്ചിട്ടുള്ളത്. അത് വേറെ നടന്നിട്ടുണ്ട്. അതന്ന് ഹർത്താലായിരുന്നു നമ്മുടെ നാട് മുഴുവൻ, ആളെ കൊന്ന സമയത്ത്. സദ്ദാം ഹുസൈന് വേണ്ടി ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഏതായാലും യാസർ അറാഫത്തിന് വേണ്ടിയിട്ടും ഇതേ പരിപാടിയൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അത് കേരളത്തിലെ പല പള്ളിയിലും നടന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇന്ന് ജീവിക്കുന്ന കാലഘട്ടത്തിലേക്ക് വന്നാൽ യഹിയ സിൻവറിന് വേണ്ടിയിട്ട് മയ്യത്ത് നിസ്കരിച്ചിട്ടില്ലേ നമ്മുടെ നാട്ടിൽ? ഈ പറയുന്ന അജ്മൽ കസബിന് വേണ്ടിയിട്ട് മയ്യത്ത് നിസ്കരിച്ചിട്ടില്ലേ നമ്മുടെ നാട്ടിൽ? ഇത് കേരളത്തിൽ മാത്രം. ഇനി കേരളത്തിന് വെളിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഏറ്റവും അടുത്ത് നമ്മൾ കണ്ടത് എന്താണ്? അൽ ഉമ്മ എന്ന് പറയുന്ന നമ്മളുടെ ആ സ്ഫോടന കേസൊക്കെ, അതിൻ്റെ നമ്മളുടെ ഫാറൂഖിൻ്റെ കൊലപാതകവുമായി കണക്ട് ചെയ്തിട്ടൊക്കെയുള്ള ആ തീവ്രവാദ സംഘടന അൽ ഉമ്മ, ആ അൽ ഉമ്മയുടെ നേതാവായിട്ടുള്ള പാഷ ഇതേപോലെ മരിച്ചപ്പോൾ അയാൾക്ക് വേണ്ടിയിട്ട് ആയിരങ്ങളായിരുന്നു അവിടെ ഈ പറയുന്ന മയ്യത്ത് നിസ്കാരവും അതുപോലെ ജനാസ പിൻഗാമികളായിട്ട് അവിടെ നടന്നിരുന്നത്.
ആയിരക്കണക്കിന് മുസ്ലിങ്ങളായിരുന്നു അതിൻ്റെ പിന്നാലെ ഉണ്ടായിരുന്നത്. അതേപോലെ യാക്കൂബ് മേമന് വേണ്ടിയിട്ട് ഇവിടെ പ്രാർത്ഥനയും അയാൾക്ക് വേണ്ടിയിട്ടുള്ള ഈ പറയുന്ന ജനാസ നമസ്കാരം, അതായത് മയ്യത്ത് നമസ്കാരം, ഇതാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അങ്ങനെ അഫ്സൽ ഗുരുവിന് വേണ്ടിയിട്ട് ഇതേപോലെ എന്തൊക്കെയോ ചെയ്തെന്ന് അറിയുന്നു. അങ്ങനെ പല പല ആളുകൾ എന്തെല്ലാം തരത്തിലുള്ള നിസ്കാരങ്ങളും പ്രാർത്ഥനകളാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഈ അജ്മൽ കസബിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ ഞാൻ തന്നെ ഇത് ആളെ കൊല്ലുന്ന സമയത്ത് അത് എന്താണ് നമ്മളെ ഗവൺമെൻറ്റുകൾ വേട്ടയാടെന്ന് പറഞ്ഞാൽ അന്ന് ഞാൻ വിശ്വാസിയാണ്. എനിക്ക് തന്നെ വിഷമം തോന്നിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഈ അജ്മൽ കസബിന്. പിന്നെയല്ലേ കാര്യമൊക്കെ കലങ്ങി തെറിഞ്ഞ് മാറി വരുന്നത്. കാരണം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട് അന്നും ആ ഒരു അറ്റാക്ക്, മുംബൈ അറ്റാക്ക് നടക്കുന്ന ആ വിഷയത്തിൻ്റെ പേരിൽ ഞാനൊരു പോസ്റ്റ് ഇട്ടു. ഇതൊരു ഇൻസൈഡർ അറ്റാക്കാണെന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടപ്പോൾ എൻ്റെ സ്കൂളിലെ സീനിയർ, ആളെ പേര് ഞാൻ പറയുന്നില്ല, ആളാണ് എനിക്ക് വന്നിട്ട് എൻ്റെ ആ പോസ്റ്റിൻ്റെ താഴെ വന്നിട്ട് ചോദിച്ചു ഇതിങ്ങനെ പറയാൻ എങ്ങനെ സാധിക്കുന്നു എന്നുള്ള രീതിയിൽ എന്തോ ഒരു തിരുത്തൽ, ഒരു സാധനം. അത് വന്നപ്പോൾ എനിക്ക് വളരെ ഷോക്കിംഗ് ആയി, അല്ലെങ്കിൽ ഒരു കൊട്ട് കിട്ടിയ ഒരു ഫീലായിരുന്നു. അപ്പം ഞാൻ ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യാണ് ചെയ്തത്. പിന്നീട് കുറേ കാലത്തിന് ശേഷം ആൾ വീണ്ടും കോൺടാക്ട് ചെയ്യും. ഈ അടുത്തൊക്കെ നമ്മൾ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ സമൂഹത്തിൽ ഉള്ള ആളുകൾ തന്നെയാണ് നമുക്ക് തിരുത്തൽ ശക്തികളായിട്ട് എപ്പോഴും മാറുക എന്ന് നമ്മൾ പറയുന്നത്. അങ്ങനെയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. എന്താണ് ഇവിടെ ഈ പറയുന്ന പള്ളിയിലെ കൊണ്ട്, ഈ ഒസാമ ബിൻ ലാദന് വേണ്ടി മയ്യത്ത് നിസ്കരിച്ച ഈ പള്ളിയെ കൊണ്ട് അതിനെ തള്ളി പറയിപ്പിക്കുന്നു എന്നതാണ് നമ്മളിവിടെ കാണുന്നത്. അവരിങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്നുള്ള രീതിയിലേക്ക് പറഞ്ഞു വെക്കുന്നു. അവർക്ക് ഓർമ്മയില്ലാത്തത് എന്തോ ആവട്ടെ, അവർക്ക് ഓർമ്മയില്ല, ഞാൻ മനഃപൂർവ്വം ഇത് പറയുന്നതാണെങ്കിൽ അവർ കേസിന് പോട്ടെ, അതാണ് ഞാൻ പറയുക. വെല്ലുവിളിയാണ്. ഏതായാലും എന്തു തന്നെയായാലും അവർ സാധനം തള്ളി പറഞ്ഞു എന്നത് തന്നെയാണ് ഇതിലെ സക്സസ്. കാരണം എന്താണ് നമ്മൾ പറയുന്നത്, ഈ കടിച്ച പാമ്പിനെ കൊണ്ട് വിഷം ഇറക്കിക്കുക എന്ന് പറയുന്ന പോലെ മുസ്ലിങ്ങളെ കൊണ്ട് തീവ്രവാദത്തെ തള്ളി പറയിക്കുക എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. അതിവിടെ സാധിക്കുകയാണ്. അതൊരു പള്ളി, ഒരു മഹല്ല് കമ്മിറ്റിയെ കൊണ്ട് നമ്മൾ ചെയ്ത് കാണിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ചില്ലറ കാര്യമൊന്നുമല്ല. അതിനൊരു കയ്യടി വേണമെങ്കിൽ എനിക്ക് കൊടുക്കാം, സ്വയം കൊടുക്കാം. നിങ്ങളേതായാലും കയ്യൊന്നും അടിക്കില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ തന്നെ എനിക്ക് വേണ്ടി ഒരു കയ്യടി ഞാനിവിടെ കൊടുക്കുകയാണ്. ഓക്കെ, നമ്മളോടെ കളി ആയിക്കോട്ടെ, അവർ ഒരു വഴിക്ക് ഇറങ്ങിയതല്ലേ. അപ്പോൾ ഇതാണ് നമ്മൾ കാണുന്നത്. അപ്പം എന്തിനാണ് ഈ വിമർശനങ്ങൾ ഇത്രമാത്രം രൂക്ഷമാക്കുന്നത്? എന്തിനാണ് ഇതിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞാൻ എപ്പോഴും ആലോചിക്കുന്നത്, ഈ ഒരു വിഷയം, ഈ മയ്യത്ത് നിസ്കരിച്ച വിഷയം എന്ന് പറഞ്ഞു തുടങ്ങിയതാണ്. ഞാൻ ഈ ഒരു മേഖലയിൽ ഈ വീഡിയോ ഒക്കെ ചെയ്തു തുടങ്ങിയ ഈ ഒരു വിഷയത്തെക്കുറിച്ച് അഡ്രസ്സ് ചെയ്ത് അന്ന് മുതൽ പറയുന്ന കാര്യമാണ്. പക്ഷേ ഒരു 3-4 വർഷം കഴിഞ്ഞ് ഇന്നാണ് പള്ളിയിലേക്ക് അത് എത്തുന്നതും അവരത് ഇതേപോലെ കുറിപ്പ്. ഇത് ഞാൻ ചില്ലിട്ട് സൂക്ഷിക്കുന്ന ഒരു സാധനമായിരിക്കും എന്നാണ് ഞാൻ പറയുക. ഈ തള്ളിപ്പറച്ചിൽ ഇതൊരു വലിയ ഒരു മൈൽ സ്റ്റോൺ ആണെന്നാണ് ഞാൻ പറയാം. ഇങ്ങനെ ഓരോ പള്ളികളും ഓരോ മുസ്ലിം വീടുകളും ഓരോ മുസ്ലിമും ഈ രീതിയിലേക്ക് കാര്യങ്ങൾ തിരിച്ചറിയുക. ഇപ്പോൾ പഹൽഗാം അറ്റാക്ക് വരുന്നു. പഹൽഗാം അറ്റാക്ക് വന്നപ്പോൾ അത് ഇൻസൈഡർ ജോബാണെന്ന് പറഞ്ഞ് മുസ്ലിങ്ങൾ ഇവിടെ ഉണ്ട്. അത് മോദി ബീഹാർ ഇലക്ഷൻ ജയിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അതിൽ മതമില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. ഇനി അങ്ങനെ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം. സ്വാഭാവികമായിട്ടും അവരുടെ ഉള്ളിലുള്ള വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് വരുമ്പോൾ അത് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. പക്ഷേ അതിൽ മത തീവ്രവാദികളാണ് അത് ചെയ്തത് എന്ന് വരുന്ന സമയത്ത് അത് പറയാൻ പാടില്ല. അത് പറഞ്ഞ് മുസ്ലിങ്ങൾക്ക് വിഷമമാകും എന്ന് പറഞ്ഞുകൊണ്ട് തീവ്രവാദികൾക്ക് കവർ ചെയ്യുന്ന ഒരു പരിപാടി അത് ഇവിടുത്തെ പൊതുജനങ്ങൾ എടുക്കുകയാണ്, അത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരെടുക്കുകയാണ്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കുഴപ്പമെന്നാണ് ഞാൻ പറയാം. അത് ചെയ്യരുത്. കാരണം അത് ചെയ്യും തോറും മുസ്ലിങ്ങൾക്ക് ഈ പ്രശ്നങ്ങളെ തിരിച്ചറിയാനുള്ള വഴി നിങ്ങൾ അടച്ചു കൊടുക്കുകയാണ്. അതാണ് അവിടെ സംഭവിക്കുന്നത്. അത് തടസ്സമായി മാറുകയാണ് നിങ്ങൾ. അത് ചെയ്യരുത്. ആ വിഷയം എന്താണെന്നുള്ളത് ഇവിടെ കാസിമി ഉസ്താദ് പറഞ്ഞതുപോലെ ഇത് ഇന്നതാണ്, ഇത് മുസ്ലിങ്ങൾ ഒപ്പിക്കുന്ന പണിയാണെങ്കിൽ പണിയാണ് എന്ന് പറയാൻ കഴിയണം. ഇത് തീവ്രവാദമാണ്, ഇത് മുസ്ലിം രാജ്യങ്ങൾ ഒപ്പിക്കുന്ന കുഴപ്പമാണ്, ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നത് ഈ മുസ്ലിം തീവ്രവാദികളാണ് എന്ന് പച്ചയ്ക്ക് നമുക്ക് പറയാൻ കഴിയണം. അതെന്തിനാണ് പറയാതിരിക്കുന്നത്? അത് പറയുന്നവരെന്തിനാണ് തടയുന്നത്? ഇതാണ് ഞാനെപ്പോഴും ചോദിക്കുന്നത്. അത് ചെയ്ത് കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് മുസ്ലിങ്ങൾക്ക് നിങ്ങൾ ഈ പറയുന്ന വിഷയങ്ങളിൽ ക്ലാരിറ്റി ഉണ്ടാകാനുള്ള സാധ്യതയെ നിങ്ങൾ തടയാണ് ചെയ്യുന്നത്, അതിന് ഇല്ലായ്മ ചെയ്യാണ് ചെയ്യുന്നത്. അതൊരിക്കലും ചെയ്യരുതെന്നാണ് ഞാൻ പറയാം. അവിടെയാണ് ഈ പറയുന്ന കുറിപ്പും ഈ ഉസ്താദിൻ്റെ സംസാരവും എല്ലാം ഇവിടെ വലിയൊരു സംഗതിയായിട്ട് വരുന്നത്. ഇനി പള്ളിയുടെ ലൊക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇതാണ് ആ പള്ളി. നിങ്ങൾ അടിക്കുക, ഗൂഗിൾ അടിച്ചാൽ മതി, ജുമാ മസ്ജിദ് ചാത്തമംഗലം എന്നടിച്ചാൽ ഈ സാധനം വരും. പേരൊക്കെ നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കൊണ്ടുപോകാം. ഇതാണ് ആ സാധനം, ചാത്തമംഗലം ജുമാ മസ്ജിദ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ പള്ളി. അപ്പോൾ ഇനി പള്ളി അങ്ങനെ ഒരു പള്ളിയേ ഇല്ല, ഞാൻ നുണ പറഞ്ഞാണെന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ആളുകൾക്കുള്ള മുഖത്തേക്ക് ഞാൻ ഇട്ട് തരാണ് ഈ ഇഞ്ചാതി സാധനം. പള്ളിയിൽ നിന്ന് തന്നെ കുറിപ്പായിട്ട് പുറത്തേക്ക് വന്നിരിക്കുകയാണ് എൻ്റെ പേരിൽ. ഈ പള്ളിയിലാണ് ഞാൻ മദ്രസ പോയിരുന്നത്. ഈ പള്ളിയിൽ ഉസ്താദിനെയാണ് മുഖത്ത് ഞാൻ ഒരിക്കൽ കൊതുകിരുന്നപ്പോൾ ഉസ്താദിന് ഒറ്റ അടി കൊടുത്തത്. അങ്ങനെ എന്തിനാ മുഖത്തടിച്ചാൽ? അല്ല, അവിടെ ഒരു കൊതുകിരിക്കണം. ഓ സ്നേഹം കൊണ്ടാണല്ലേ, എന്നാൽ ആയിക്കോട്ടെ. കുട്ടിയായിരിക്കുമ്പോൾ ചെയ്യുന്ന ഓരോരോ കുരുത്തക്കേടുകളാണ്. ഇങ്ങനെയുള്ള ഓരോ പരിപാടികളൊക്കെയാണ് നമ്മൾ ഒപ്പിച്ചിരുന്നത്. ഞാൻ ദഫ്മുട്ട് പഠിച്ചത് ഈ പള്ളിയിലായിരുന്നു. അതുപോലെ മാപ്പിളപ്പാട്ട് പാടിയിരുന്നത് ഈ പള്ളിയിൽ തന്നെയായിരുന്നു. ഖുർആൻ ഖിറാഅത്ത് അത് ഓടിയിട്ട് 1ാം സമ്മാനം അത് എനിക്കായിരുന്നു എപ്പോഴും ഉണ്ടായിരുന്നത്. അതേപോലെ ഇംഗ്ലീഷ് പ്രസംഗം അത് പിന്നെ മദ്രസയിൽ വേറെ ആരും ഉണ്ടായിരുന്നില്ല, നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നു. ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കണത് ഞാൻ മാത്രമായിരുന്നു. അപ്പോൾ അന്ന് ഇംഗ്ലീഷ് മീഡിയം പ്രസംഗം നബിദിനം ആ പരിപാടിക്ക് വരുമ്പോൾ
പ്രസംഗം നടത്തുന്നു, അപ്പോൾ തന്നെ സമ്മാനം വാങ്ങിച്ചു പോകുന്നു. ഇതാണ് സമ്മാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോപ്പ് പെട്ടി, അതൊക്കെ ആയിരുന്നല്ലോ അന്നത്തെ ഒരു രസം, ഒരു ഓർമ്മയാണ് കുട്ടിക്കാലത്തെ. അതൊക്കെ നടക്കുന്നു, പായസം കുടിക്കും. പിന്നെ നമ്മൾ ഓണം എൻ്റെ തലയിലേക്ക് ഈ പറയുന്ന ജിഹാദിത്തരൊക്കെ കയറിയപ്പോൾ ഈ നബിദിനത്തിൻ്റെ പിരിവൊക്കെ ചോദിച്ചു വരുമ്പോൾ ഞാൻ പറയും അത് ബിദഅത്താണ്, ഞാൻ പിരിവ് തരില്ല എന്ന് പറയുകയും, അങ്ങനെ എനിക്ക് ഓർമ്മയുണ്ട്. ഈ മഹല്ല് കമ്മിറ്റിയുടെ അന്നത്തെ ഇതിൻ്റെ ഉത്തരവാദിത്തമുള്ള ആൾ നമുക്കൊക്കെ അറിയുന്ന ആളാണ്. ഇന്നൊക്കെ ഞാൻ അയാളോട് ഞാൻ മാപ്പ് പറയണം. കാരണം അന്നത്തെ നമ്മളുടെ ആ ഒരു ആരോഗൻസ്, ഈ ഒരു ജിഹാദിത്തരം നമ്മുടെ തലയിൽ കയറുമ്പോൾ നമ്മൾ അവരോട് കാണിക്കുന്നത്, അതായത് ഇപ്പോൾ ക്രിസ്മസിന് വേണ്ടിയിട്ട് ഒരു സംഭാവന തരുമെന്ന് പറഞ്ഞു ചോദിച്ചാൽ ഞാൻ ചിലപ്പോൾ അന്ന് കൊടുത്തേനെ. പക്ഷേ ഈ നബിദിനത്തിന് ഞാൻ എപ്പോഴും കൊടുക്കില്ലായിരുന്നു. എത്രമാത്രം തെറ്റായൊരു കാര്യമാണെന്നാണ് ഞാനിപ്പോൾ ആലോചിക്കാറുള്ളത്. കാരണം അത് കൊടുക്കണം എന്നാണ് ഞാൻ പറയുക. കാരണം എന്താണ്, സമൂഹത്തിൽ ഒരു കുട്ടികൾ ഒരു ആഘോഷമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യട്ടെ. ഇനി ആ പേരിലെങ്കിൽ അവർ കലകളിലേക്കും ഈ പറയുന്ന എന്തെങ്കിലും സാധനത്തിലേക്കൊക്കെ തിരിയുന്നതാണെങ്കിൽ തിരിയട്ടെ എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കാറ്. കാരണം ഈ ജിഹാദിത്തരത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ എന്തെല്ലാം ഡിസ്ട്രാക്ഷൻസ് പറ്റുമോ അതൊക്കെ നമ്മൾ ഉപയോഗിക്കണം. അത് ഡാൻസ് ആയിക്കോട്ടെ, പാട്ടായിക്കോട്ടെ, കളികൾ, ഫുട്ബോൾ, ക്രിക്കറ്റ്, എന്ത് തന്നെ ആയിക്കോട്ടെ. ഇപ്പോൾ ഈ സൗദി അറേബ്യ എന്തിനു വേണ്ടിയിട്ടാണ് ഇത്രമാത്രം കലയ്ക്കും ഈ സ്പോർട്സിനും മ്യൂസിക് ഫെസ്റ്റിവൽസിനൊക്കെ ഇത്രമാത്രം സമയം കളയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കാരണം ഇത് ഡിസ്ട്രാക്ഷനാണ്. യുവതിയുവാക്കളെ അത്തരം കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് ഡിസ്ട്രാക്ട് ചെയ്യാൻ കഴിഞ്ഞാൽ, അവരതിൻ്റെ ഒരു ലൈനിലേക്ക് മാറിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ മത തീവ്രവാദികളുടെ കയ്യിൽ പെടാനുള്ള സാധ്യത കുറയുക ചെയ്യാം. അതാണ് അതിൻ്റെ ഒരു ശാസ്ത്രം. അപ്പോൾ അത് നമ്മൾ ഇവിടെ ഉപയോഗിക്കണം എന്നാണ് ഞാനിപ്പോൾ എപ്പോഴും പറയുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ അന്ന് ഇത് പറയുന്ന സമയത്ത് ഇതേ മഹല്ല് കമ്മിറ്റിയിൽ നിന്ന് അന്ന് സംഭാവന ചോദിച്ച് വന്നപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് ഞാനത് പറയുമ്പോൾ വാപ്പ അപ്പുറത്ത് നിൽക്കുകയാണ്. അപ്പോൾ വാപ്പ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്നോട് ഇങ്ങനെ ആൾ പോയി കഴിഞ്ഞപ്പോൾ ചോദിച്ചു. ആൾക്ക് വിഷമമായിട്ടുണ്ടാവില്ലേ. പിന്നെ ഞാൻ വിചാരിച്ചു, അന്ന് നമ്മുടെ ക്ലിനിക്കിൽ ഇദ്ദേഹം വരും, മക്കളെയൊക്കെ കാണിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ പിന്നീട് ആൾ വന്നു ക്ലിനിക്കിൽ. അപ്പോഴും ഞാൻ എൻ്റെ മനസ്സിലതൊരു കുറ്റബോധമായിട്ട് കിടന്നു. പക്ഷേ അന്നത്തെ നമ്മളുടെ ഒരു ഈഗോ, ഈ പറയുന്ന ഈ ജിഹാദി ഈഗോ ഉണ്ടല്ലോ, നമ്മളൊരു സുപ്പീരിയറാണ്, നമ്മൾ സ്വർഗത്തിലേക്ക് ടിക്കറ്റ് വാങ്ങിച്ചിരിക്കുന്ന ആളാണ് എന്ന ആ ഒരു ചിന്ത അതുള്ളതുകൊണ്ട് നമുക്ക് അയാളോട് ഒരു തരത്തിലും അങ്ങനെ ഒരു കുറ്റബോധമോ അല്ലെങ്കിൽ അയാളോട് ചെയ്തൊരു തെറ്റായി എന്ന് ഒരിക്കൽ പോലും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം ഞാനത് തോന്നുന്നു. ഇപ്പോൾ ഈ കത്ത് കണ്ടപ്പോൾ അത് ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഇത് കാണുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണമെന്ന് ഞാനിവിടെ പറയുകയാണ്. കാരണം അന്നത്തെ നമ്മളുടെ ജിഹാദിത്തരമാണ് അന്ന് നിങ്ങളോട് നമ്മൾ ആ രീതിയിൽ പെരുമാറുന്നതിന് വഴിവെച്ചത്. ആ ഒരു ആരോഗൻസ് നമ്മൾ കാണിച്ചത് അതിൻ്റെ പേരിലാണ്. അപ്പോൾ അതൊന്ന് ഇവിടെ ഓർമ്മിക്കുകയാണ്. നിങ്ങളത് മാപ്പാക്കണം, പുറത്ത് തരണം, അല്ലെങ്കിൽ പൊരുത്തപ്പെടണം എന്നൊക്കെ പറയാണ്. പോട്ടെ, എന്തായാലും ഈ തരത്തിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇതിവിടെ സംഭവിക്കുമ്പോഴും ഞാൻ ഇത് സംബന്ധിച്ചിട്ടൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, അത് ജസ്റ്റ് ഒന്ന് വായിച്ചേക്കാം, അത് കഴിഞ്ഞിട്ട് അടുത്തേക്ക് പോകാം. അതായത് ഇനി ലാദന് മയ്യത്ത് നിസ്കരിച്ച പള്ളിയുടെ പേര് പറഞ്ഞില്ല, അങ്ങനെ ഒരു പള്ളിയില്ല എന്നാരും പറഞ്ഞു വരണ്ട. ഇതാണ് ആ പള്ളി, ചാത്തമംഗലം ജുമാ മസ്ജിദ്. എന്തായാലും തീവ്രവാദികൾ ഇപ്പോഴെങ്കിലും തള്ളിയ സ്ഥിതിക്ക് ആ കനൽ പഥങ്ങളിലെ സിംഹം എഴുതിയ കാന്തപുരം മാസികയും ലാദൻ എന്ന ചരമഗീതം എഴുതിയ സുധാകരനെയും പിടിച്ച് വെളിച്ചത്ത് ചോറ് കൊടുത്ത് ഇരുട്ടത്ത് കിടത്തണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. മുസ്ലിങ്ങളെ കൊണ്ട് തീവ്രവാദികളെ തള്ളിപ്പറയിക്കാൻ സാധിക്കുമെന്ന് ഇവിടെ തെളിഞ്ഞിരിക്കുന്നു. ഇതല്ല, അത് വെറുതെ മുസ്ലിങ്ങളെ കൊണ്ടൊന്നല്ല, മഹല്ല് കമ്മിറ്റിയെ കൊണ്ടാണ് നമ്മൾ തള്ളിച്ചിരിക്കുന്നത്. ഓക്കെ, അത് ചെറിയ കാര്യമല്ല, നോട്ട് ദ പോയിന്റ്. ഇതെല്ലാവരും ചെയ്യുക എന്നതാണ് മുസ്ലിങ്ങളെ മതേതരവാദികളാക്കാനുള്ള ഒറ്റമൂലി. ഇപ്പം മനസ്സിലായോ എന്തിനാണ് വിമർശനം കടുപ്പിക്കുന്നത് എന്ന്? നമ്മുടെ ഒരു നേതാവ് സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെ പോരാടി മരിച്ചാൽ മയ്യത്ത് മുന്നിലില്ലെങ്കിലും നാട്ടുകാരനല്ലെങ്കിലും മയ്യത്ത് നിസ്കരിക്കാം എന്നും പറഞ്ഞ് അല്ലാഹു അക്ബർ പറഞ്ഞപ്പോൾ ഇതെന്ത് തൈര് എന്നും ചോദിച്ച് ഇറങ്ങി നടന്ന ആ ദിവസം ഞാൻ മറക്കില്ല. നിങ്ങൾ മറന്നാലും. അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ഞാൻ അപകീർത്തിപ്പെടുത്തി എന്നും പറഞ്ഞ് കേസ് കൊടുക്കുന്നില്ല? അങ്ങനെ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ എനിക്കെതിരെ കേസ് കൊടുക്കുക. ഞാൻ വെല്ലുവിളിക്കുന്നു. ഞാൻ വീണ്ടും അത് ആവർത്തിക്കുകയാണ്. അപ്പോൾ ഇതാണ് അത് കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളതിൻ്റെ ആ സംക്ഷിപ്ത രൂപം എന്ന് പറയുന്നത്. ഇനി ഈ പറയുന്ന ലാദനെക്കുറിച്ച് എന്തായിരുന്നു അന്നത്തെ ഒരു കാലഘട്ടത്തിൽ നിലനിന്നിരുന്നത്? ഇതാണല്ലോ നമ്മൾ നോക്കേണ്ടത്. ഈ മാസികയാണ് ഞാൻ പറയുന്നത്. ഇത് കാന്തപുരം വിഭാഗത്തിൻ്റെ കീഴിലുള്ള ഒരു സെൻസിങ് എന്ന് പറയുന്ന, കാന്തപുരം അറിയാലോ നമ്മുടെ ഉസ്താദ്, അപ്പോൾ മൂപ്പരുടെ കീഴിലുള്ള സാധനം, അന്നത്തെ ഒരു മാസികയാണ്. അതിൽ വന്ന അതിൻ്റെ കവർ പേജാണ് ഈ സാധനം, കനൽ പഥങ്ങളിലെ സിംഹം. അതിൽ മുഖമാരുടെയാണ്? ഈ പറയുന്ന ഈ ലാദൻ്റെയാണ്. അപ്പം ഞാനിവിടെ പറയുന്നത് ഈ AP വിഭാഗത്തിൻ്റെ പള്ളികളിൽ വന്ന് മയ്യത്ത് നിസ്കരിച്ചിട്ടുണ്ട്. ഏതെല്ലാം പള്ളികളിൽ ഇതെല്ലാം ഈ പറയുന്ന സാധനങ്ങൾ എത്തിയിട്ടുണ്ടോ നിങ്ങൾ? ഇത് അപ്രസക്തമാണെന്നാണ് ഞാൻ പറയുക. കാരണം നിസ്കരിക്കാത്ത പള്ളി അന്ന് കുറവാണ്. ഒട്ടുമിക്ക സുന്നി പള്ളികളിലും ഇത് നിസ്കരിച്ചിട്ടുണ്ട്. മുജാഹിദ് പള്ളിയുടെ കാര്യം എനിക്ക് അന്ന് അറിയില്ല. കാരണം അന്ന് നമ്മൾ കൂടുതലും ഈ പറയുന്ന സ്ഥലത്താണ് പോയിക്കൊണ്ടിരുന്നത്. കാരണം ഫാദറും ഞാനും ഒരുമിച്ച് പള്ളിയിൽ പോകുന്നത് എപ്പോഴും ഈ പള്ളിയിലായിരുന്നു, വെള്ളിയാഴ്ച. അതിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെള്ളിയാഴ്ചകൾ കൂടുതലും സുന്നി പള്ളിയിലാണ് പോവുക. അപ്പം മറ്റോടത്ത് എന്താ നടന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇവിടെ നടന്ന കാര്യമാണ് ഈ പറയുന്നത്. അത് ഞാനിപ്പോഴും ഉറപ്പിച്ച് നിൽക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ ഈ മാസികയിൽ പറയുന്ന സാധനം എന്താണ്? കനൽ പഥങ്ങളിലെ സിംഹം. അപ്പോൾ ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ ഈ പറയുന്ന പള്ളിയിലൊരു നിസ്കാരം നടന്നു എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് വല്ലാതെ കൊണ്ടു. അത് വലിയ അപകീർത്തിപ്പെടുത്തുന്ന സാധനമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു. നിങ്ങൾക്ക് ഈ സാധനം എപ്പോഴെങ്കിലും ഒരു അപകീർത്തിപ്പെടുത്തുന്ന സാധനമാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഇതാണ് ഞാൻ ചോദിക്കുക. കാരണം ഇത് നിങ്ങൾ വലിയ അഭിമാനപൂർവ്വം എഴുതി വെച്ചിരിക്കുന്ന സാധനമാണ്. അതിൻ്റെ ഒരു ലേഖനം തന്നെ അതിനകത്തുണ്ട്.
ഇത് എഴുതിയിരിക്കുന്നത് ഈ AP വിഭാഗത്തിൻ്റെ തന്നെ ഏതോ കൂടിയ സാധനമാണെന്നാണ് പറയുന്നത്. ഇതാണ് ആ ആർട്ടിക്കിൾ. ഇതിൽ ക്ലാരിറ്റി ഇല്ല, പക്ഷേ ഈ സാധനം ക്ലാരിറ്റിയോടുകൂടി വായിച്ച ആളുകൾ ഇതിനെ വളരെ വിശദമായിട്ട് എഴുതിയത് നമുക്കിവിടെ വായിക്കാൻ കിട്ടും. അത് നമുക്ക് വായിക്കാം. അപ്പോൾ ഇതാണ് കനൽ പഥങ്ങളിലെ സിംഹം എന്ന് പറഞ്ഞിട്ട് ഈ സെൻസിങ് എന്ന് പറയുന്ന ഈ മാസികയിൽ വന്ന സാധനം. ഇനി ഈ സാധനം ഇത് ഈ നമ്മളുടെ സമസ്ത വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾ ഒപ്പിച്ച പണിയാണ്. ഇതിൽപ്പെടുന്ന പള്ളിയിൽ തന്നെയാണ് ഞാൻ പോയി നിസ്കരിച്ചു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ പള്ളിയിലുണ്ടായിരുന്നു എന്ന് പറയുന്നത്. ഇനി ഇവിടെ നിങ്ങൾ നോക്കുക, ഈ ഹിലാൽ ബാബു എന്ന് പറയുന്ന ആൾ 2024 ഒരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. ഏതോ ഒരു വിശ്വാസി, പക്ഷേ ആൾ ഇതിനെതിരെ നിൽക്കുന്ന ആളാണ്. അപ്പോൾ ആളൊരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. ഇത് ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് കിട്ടും. ഇതിൻ്റെ തുടക്കം കൊടുത്തിരിക്കുന്ന ആ വാചകം എന്ന് പറയുന്നത് ഈ സെൻസിങ് മാസികയിൽ കൊടുത്തിരിക്കുന്ന ആ റൈറ്റപ്പിലെ ഒരു വാചകമാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഗാംഭീര്യമുറ്റ ശിരസ്, പാണ്ഡിത്യത്തിൻ്റെ പ്രതീകമായ വാലൻ തലപ്പാവ്, നീണ്ട താടി, ചുണ്ടിൽ എളിമയുടെ പുഞ്ചിരി, ഒരേ സമയം ശത്രുക്കളെയും മിത്രങ്ങളെയും വേണ്ടതുപോലെ ഉൾക്കൊള്ളുന്ന മനസ്സ്. ആഹാ! വിശുദ്ധ ഖുർആൻ പാരായണം, മഹാന്മാരുടെ ഖബർ സിയാറത്ത്, പുണ്യമെടുക്കൽ തുടങ്ങിയ ആത്മീയ ലോകത്തേക്ക് ആ മഹാൻ കാൽവെച്ചു. മദീന മുനവ്വറയിൽ പ്രവാചകന്റെ മക്ബറയിൽ മണിക്കൂറുകൾ ചിലവഴിച്ചു കരൾ അലിഞ്ഞ് അവിടുന്ന് പ്രാർത്ഥിച്ചു. ഇടിവെട്ട് ഇൻട്രോ കണ്ട് അനുയായികൾ ഉച്ചത്തിൽ തക്ബീർ മുഴക്കി. തക്ബീർ ധ്വനികളുടെ അവസാനം അവർ പ്രതീക്ഷിച്ചത് തങ്ങളുടെ എല്ലാമായ ഷെയ്ഖുനായുടെ മാസ് എൻട്രി. പക്ഷേ ചെറിയൊരു തിരുത്തുണ്ടായിരുന്നു. അനുയായികൾ പ്രതീക്ഷിച്ചതുപോലെ ഇൻട്രോ ഷെയ്ഖുന കാന്തപുരത്തെ സംബന്ധിച്ചായിരുന്നില്ല. അഫ്ഗാനിസ്ഥാനിലെ തോറാബോറ മലനിരകളിൽ അമേരിക്കക്കെതിരെ ആയുധമെടുത്ത് പോരാടുന്ന സൗദി അറേബ്യയിലെ ധനാഢ്യനായ മുഹമ്മദ് ലാദൻ്റെ പുത്രനും അൽ ഖായിദയുടെ നേതാവുമായ ഉസാമ ബിൻ ലാദനെ സംബന്ധിച്ചായിരുന്നു ആ ഇൻട്രോ. ഇതാണ് നേരത്തെ കണ്ട ആ കനൽ പദങ്ങളിലെ സിംഹം എന്നതിലെ വാചകം. മുസ്ലിം മത സമുദായിക രംഗത്ത് മാത്രം ചുവടുറപ്പിച്ച് നിന്നിരുന്ന കാന്തപുരം സമസ്ത എന്ന സുന്നി പ്രസ്ഥാനം ആഗോള അടിസ്ഥാനത്തിൽ വളരാൻ ഉദ്ദേശിച്ച് നടന്നു തുടങ്ങിയ കാലം കാന്തപുരം സുന്നികൾ പുറത്തിറക്കിയ അവരുടെ നേതാവ് ഇസ്മായിൽ വഫ എഡിറ്ററായിട്ടുള്ള സെൻസിങ് എന്ന വാരിക എത്തരത്തിലാണെന്ന് മിലിറ്റന്റ് ഇസ്ലാമിൻ്റെ ആഗോള സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങളെ അടയാളപ്പെടുത്തിയതെന്ന് ഇപ്പോഴുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ വായിക്കുന്നത് കൗതുകമായിരിക്കും. മുസ്ലിം ലോകത്ത് 2 ആൺകുട്ടികളാണ് ഇത്ര ഉള്ളത്. അതിൽ ഒരാൾ സദ്ദാം ഹുസൈൻ ആണെങ്കിൽ മറ്റൊരാൾ ഉസാമ ബിൻ ലാദൻ ആണെന്ന് യാതൊരു സംശയത്തിനും ഇടയില്ലാത്ത വണ്ണം 2001 ഒക്ടോബർ മാസത്തിൽ സെൻസിങ് എഡിറ്റോറിയൽ ടീം പ്രഖ്യാപിച്ചു. ബിൻ ലാദൻ അവർക്ക് കനൽ പദങ്ങളിലെ സിംഹമായിരുന്നു. മുല്ല ഉമർ അവർക്ക് സൂഫി പാരമ്പര്യം അവകാശപ്പെടാൻ കഴിയുന്ന പോരാളി സംഘത്തിൻ്റെ നേതാവായിരുന്നു. ഓക്കെ, ഇതൊക്കെ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാലോ അല്ലേ? മുല്ല ഉമറും അൽ ഖൈദയുടെ ഒക്കെ നേതാക്കൾ. ഇത് ഇപ്പോൾ ഓർക്കാൻ സവിശേഷമായൊരു കാരണമുണ്ട്. ഇതേ സെൻസിങ്ങിൻ്റെ ആളുകളായ ഇതേ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന കാന്തപുരം സമസ്ത പ്രതിനിധാനം ചെയ്യുന്നത് സാംസ്കാരിക ഇസ്ലാമിനെയാണ് എന്ന നിലയ്ക്കുള്ള ഒരു പ്രസംഗം അവരുടെ നേതാവ് മാളിയേക്കൽ സുലൈമാൻ സക്കാഫിയുടേതായി ഇന്ന് കേട്ടു. ഈ സാംസ്കാരിക കൾച്ചറൽ സൂഫി ഇസ്ലാം എന്ന പദാവലികൾ ആദ്യമായി അക്കാദമിക വ്യവഹാരങ്ങളിൽ കേട്ടു തുടങ്ങിയത് മുകളിൽ സൂചിപ്പിച്ച അമേരിക്കയുടെ അഫ്ഗാൻ അധിനിവേശ സമയത്താണ്. തമിഴ് തീമഴ പെയ്യിപ്പിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് നിസ്സഹായരായ മനുഷ്യരെ കൊന്നൊടുക്കുന്നതിനിടയിലും അമേരിക്കൻ സാമ്രാജ്യത്വം ഓരോ വർഷവും $200 മില്യൺ വെച്ചാണ് അഫ്ഗാനിൽ മദ്രസ സിലബസ് പരിഷ്കരണത്തിനായി ചെലവഴിച്ചത്. ലോകത്ത് അമേരിക്കൻ അധിനിവേശത്തിനെതിരെ ചെറുത്തുനിൽപ്പ് സാധ്യതയുള്ള പൊളിറ്റിക്കൽ ഇസ്ലാമിനെ സൂഫി ഇസ്ലാം കൊണ്ട് മറികടക്കുക എന്നത് അമേരിക്കയുടെ സാമ്രാജ്യത്വത്തിൻ്റെ താല്പര്യമായിരുന്നു. പട്ടിണി കിടക്കുന്ന മനുഷ്യരെ സാംസ്കാരികമായി മാറ്റിയെടുക്കാൻ എളുപ്പമാണെന്ന അമേരിക്കയുടെ ആ സിദ്ധാന്തം അതേ അഫ്ഗാനിൽ തന്നെ തകർന്നു വീഴുന്നത് പിന്നീട് നമ്മൾ കണ്ടു. $2.5 ട്രില്യൺ ചെലവിട്ട് 20 കൊല്ലം അഫ്ഗാനിൽ യുദ്ധം ചെയ്തിട്ടും അവസാനം തിരിച്ചു പോകേണ്ടി വന്നു അമേരിക്കയ്ക്ക്. അമേരിക്കൻ പ്രൊജക്റ്റായ അതേ സൂഫി ഇസ്ലാം ഇന്ത്യയിലേക്ക് വരുമ്പോൾ സംഘപരിവാർ പ്രൊജക്റ്റായി മാറുന്നതിൽ അതിശയോക്തിയില്ല. അതുകൊണ്ട് ആണ് രാജ്യത്തെ സൂഫി സമ്മേളനങ്ങളുടെ നടത്തിപ്പുകാരായി സംഘപരിവാറും അവരുടെ ഓൾ ഇന്ത്യ മശായിക്ക് ബോർഡും മാറുന്നത്. ഈ സൂഫി ഇസ്ലാമിനെ ഇന്ന് കേരളത്തിൽ കൊണ്ടു നടക്കുന്നത് കാന്തപുരം സുന്നികളാണ്. സാമ്രാജ്യത്വത്തിനും സംഘപരിവാറിനും എന്നും പ്രശ്നം ഇസ്ലാമിൻ്റെ വിമോചന ദർശനങ്ങളാണ്. അതിനെ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന ചാപ്പ കുത്തി ഭീകരവൽക്കരിച്ച് വേട്ടയാടുക എന്ന സംഘപരിവാർ അജണ്ടയ്ക്ക് വഴിയൊരുക്കുക മാത്രമാണ് സൂഫി ഇസ്ലാമിലൂടെ അവർ ഉദ്ദേശിക്കുന്നത്. വംശഹത്യകളും മോബ് ലിഞ്ചിങ്ങുകളും മസ്ജിദ് തകർക്കലുകളും നിർബാധം നടക്കുമ്പോഴും സമുദായത്തിൻ്റെ രാഷ്ട്രീയ ചോദ്യങ്ങളെ ഒറ്റിക്കൊടുക്കുന്ന പണി കാന്തപുരം സമസ്ത ഏറ്റെടുത്തുവെങ്കിൽ അത് മുകളിലെ സെൻസിങ്ങിലെ മിലിറ്റന്റ് ഇസ്ലാമിൽ നിന്ന് സൂഫി ഇസ്ലാമിലേക്കുള്ള കാന്തപുരം സമസ്തയുടെ തിരിച്ചു നടപ്പിന് സമുദായം കൊടുക്കേണ്ടി വന്ന വിലയാണെന്ന് ഉത്തമ ബോധ്യം കൂടി ഈ സമുദായത്തിനുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഞാൻ ജസ്റ്റ് വായിച്ചതിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു വിഷയം, ഈ ഒസാമ ബിൻ ലാദനുമായിട്ടുള്ള വിഷയം, അത് മുസ്ലിങ്ങളുടെ ഇടയിൽ തന്നെ
ചില ആളുകൾ തരം പോലെ എടുക്കും, ചില ആളുകൾ തരം പോലെ തള്ളും. അങ്ങനെ തരാതരം കളിക്കുന്നൊരു സാധനമാണ്. ഇവിടെ ഇത് ഈ രീതിയിൽ കൊണ്ടു നടക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്ത് ഈ സംഘപരിവാർ ശക്തിയിലേക്ക് വന്നപ്പോൾ, BJP സർക്കാർ വന്നു കഴിഞ്ഞപ്പോൾ ഇത് ആ രീതിയിലേക്കും കൂടി ഇതിനൊരു എന്താ പറയുക, ഒരു എവല്യൂഷൻ സംഭവിച്ചിട്ടുള്ളൊരു വിഷയമാണ് ഈ ബിൻ ലാദൻ്റെ വിഷയം. അതുവരേക്കും ഈ സംഘപരിവാർ ശക്തി പ്രാപിക്കുന്നതുവരേക്കും ഈ ഒസാമ ബിൻ ലാദൻ ആയാലും ഇതുപോലുള്ള സാധനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാവർക്കും ഒരേപോലെ ടേസ്റ്റി ആയിട്ടുള്ള സാധനമായിരുന്നു. സംഘപരിവാർ കൂടി വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു തലപ്പത്തേക്ക് ഈ BJPയുമായിട്ട് നമ്മളുടെ കാന്തപുരം അടുത്ത് നിൽക്കുന്നു എന്ന് വന്നതോടുകൂടി കൂടുതൽ വലിയ തരത്തിലുള്ള ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ അതിൻ്റെ ബാക്കിലേക്ക് ആഡ് ചെയ്യുന്നതും അത് വെച്ചുകൊണ്ട് അവരെ താറടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടത്. ഇത് ചെയ്യുന്നത് ഇവരോട് ദേഷ്യമുള്ള മറ്റു വർഗ്ഗങ്ങൾ. അപ്പോൾ നമുക്കറിയാം മുസ്ലിങ്ങളുടെ ഇടയിൽ ഒരുപാട് സംഘടനകളുണ്ട്, ഒരുപാട് സംഘങ്ങളുണ്ട്. അവർ പരസ്പരം പോരടിച്ചുകൊണ്ടിരിക്കും. ഷിയാക്കൾക്ക് സുന്നികളെ കണ്ടുകൂടാ, സുന്നികൾക്ക് ഷിയാക്കളെ കണ്ടുകൂടാ, ഇവർക്ക് രണ്ടുപേർക്ക് അഹമ്മദിയാക്കളെ കണ്ടുകൂടാ, ഇവർക്ക് എല്ലാവർക്കും നമ്മുടെ സൂഫികളെ കണ്ടുകൂടാ, ഈ സൂഫി ഈ എല്ലാ ആളുകൾക്കും കൂടി നോക്കിക്കഴിഞ്ഞാൽ അത് വേറെ കുറേ ആളുകളെ കണ്ടു, ഇങ്ങനെ പോകും. ഇതാണ് ഇതിൻ്റെ ഒരു കഥ. അപ്പോൾ അതിൽ വലിയ കഥയൊന്നുമില്ല. 1072 സംഘങ്ങൾ പിരിയുമെന്നൊക്കെയാണ് പറയുന്നത്. പോട്ടെ, ഏതായാലും ഈ പോസ്റ്റിൻ്റെ അടിയിൽ ഒരുപാട് ആളുകൾ കമൻ്റ് ഇട്ടിട്ടുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കമൻറ്റ് കണ്ടപ്പോൾ ഞാൻ അത് ഇടുകയാണ്. അതിതാണ് ഹിദായത്തുള്ള അതിനകത്ത് എഴുതിയിരിക്കുന്നത്, ഇദ്ദേഹം പോരാളിയാണ്, അതിൽ സംശയം വേണ്ട. ആരാണ് ഈ ഇദ്ദേഹം എന്ന് പറയുന്നത്? ഒസാമ ബിൻ ലാദൻ. അതിൽ സംശയമൊന്നും വേണ്ട. US പേര് നൽകുന്നവൻ തീവ്രവാദിയാണെങ്കിൽ എല്ലാവരും അതാകും. അതായത് US ഒരാൾ തീവ്രവാദിയാണ് വിളിക്കുന്നു, അതിൻ്റെ പേരിൽ ഒരാൾ തീവ്രവാദിയാവുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഞാനും തീവ്രവാദിയാണ്. ഇതാണ് അതിൽ പറഞ്ഞു വെക്കുന്നത്. കുബൂരികൾക്ക് മറുപടി പറയേണ്ടത് ഉസാമയെ ചെക്ക് വെച്ചിട്ടല്ല, വേൾഡ് ട്രേഡ് സെൻറ്റർ തകർത്ത് ഇദ്ദേഹമാണെന്ന് ഇന്ന് ലോകത്ത് ബുദ്ധിയുള്ള ആരും മനസ്സിലാക്കുന്നില്ല. ഇത് പറഞ്ഞുകൊണ്ടാണ് ഒസാമയെ അങ്ങ് വെളുപ്പിക്കുന്നത്. ഇനി ഇത് വരുമ്പോൾ നമ്മൾ ആലോചിക്കും ഇത് ഇങ്ങനെ ഒരു കമൻറ്റിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കാര്യമാണ്. അല്ല, ഈ പറയുന്ന സാധനം, ഇദ്ദേഹം ഒരു പോരാളിയാണ് എന്ന് പറയുന്ന സാധനം, അമേരിക്കയ്ക്കെതിരെ പോരാടി എന്നതിൻ്റെ പേരിൽ ഒസാമ ഒരു ടെററിസ്റ്റാണ് എന്നുണ്ടെങ്കിൽ ഞാനും ഒരു ടെററിസ്റ്റാണ് എന്ന് പറഞ്ഞതാരാണ്? ജാക്കിർ നായിക്കാണ്. ജാക്കിർ നായിക്ക് ഓപ്പണായിട്ട് സമ്മതിക്കുന്ന ഒരു വീഡിയോ തന്നെ കിടപ്പുണ്ട്, ഞാനിവിടെ പ്ലേ ചെയ്യുന്നില്ല. ആളെന്താ പറയുന്നത്? അതായത് ഫൈറ്റിംഗ് അഗെയിൻസ്റ്റ് ദ ഒപ്രസേഴ്സ്, ഫൈറ്റിംഗ് അഗെയിൻസ്റ്റ് ദ ഇതുപോലുള്ള വെസ്റ്റേൺ പവേഴ്സ് ലൈക്ക് അമേരിക്ക, ഇഫ് ദാറ്റ് മേക്സ് യു എ ടെററിസ്റ്റ്, ഐ ആം ഓൾസോ ടെററിസ്റ്റ്, വാട്ട്സ് ദ പ്രോബ്ലം ഇൻ ഇറ്റ് എന്നാണ് പുള്ളി ചോദിക്കുന്നത്. എത്ര മനോഹരം! ഇതാണ് കഥ. അപ്പോൾ ഒരു മുസ്ലിമിൻ്റെ ഇടയിലേക്ക് ഇത്തരം കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന ഏത് രീതിയിലാണ്? ഒരു ടെററിസം ഒരാൾ എടുക്കുന്നുണ്ടോ ഇല്ലേ, ഒരാളൊരു ഭീകരവാദിയാണോ അല്ലയോ എന്നുള്ള കാര്യത്തിലൊക്കെ അവർക്ക് ഡെഫിനിഷൻ കൊടുക്കുന്നത് എങ്ങനെയാണ്? ഇത്തരം തെറ്റായിട്ടുള്ള വശങ്ങൾ വെച്ചുകൊണ്ടാണ്. നമ്മൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരാൾ ടെററിസ്റ്റ് ആണല്ലോ എന്ന് പറയുന്നത്? അവർ ചെയ്യുന്ന സംഗതികൾ അത് ടെററൈസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ, അത് ഐഡിയ വെച്ചുകൊണ്ട് പുഷ് ചെയ്യുന്ന തരത്തിലുള്ള സാധനങ്ങളാണോ, ഐഡിയ ബാക്ക്ഡ് ആണോ എന്നുള്ളതാണ് നോക്കുന്നത്. അതായത് നിങ്ങൾക്കൊരാളോട്, ഇപ്പോൾ ജോസഫ് മാഷോട് ഒരു വ്യക്തി വൈരാഗ്യവും ഇല്ലാത്ത ആളുകളാണ് വന്നിട്ട് കയ്യും കാലും വെട്ടിയെടുത്തത്. ഇതാണ് സംഭവിക്കുന്നത്. കാരണം ഒരു വ്യക്തി വൈരാഗ്യമല്ല, ഒരു ഹെയ്റ്റും അവിടെ ഇല്ല. പ്യുവറായിട്ടുള്ള ഈ മതത്തിൽ 5:33 നടപ്പിലാക്കുക എന്നുള്ള ഒരു ഉദ്ദേശം, അതിനുവേണ്ടി പദ്ധതി ഇടുന്നു, ഗൂഢാലോചന നടത്തുന്നു, എന്നിട്ട് പതിയിരിക്കുന്നു, എന്നിട്ട് കൈകാലുകൾ വിപരീത ദിശയിൽ നിന്നും വെട്ടിയെടുക്കുന്നു. എത്ര മനോഹരം! ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇതാണ് ടെററൈസ് ചെയ്യുന്നത്. എന്നിട്ട് അത് ചിത്രീകരിക്കാൻ അന്ന് ആക്ഷൻ ക്യാമറ ഒന്നും ഇല്ലാതെ പോയി, അല്ലെങ്കിൽ അതൊക്കെ വെച്ച് റെക്കോർഡ് ചെയ്തിട്ട് അത് പ്രചരിപ്പിച്ചാണ്. കാരണം ഇതാണ് നമ്മളുടെ ഗാസയിൽ നമ്മൾ ഹമാസ് ചെയ്തതായിട്ട് കാണുന്നത്. ഹമാസ് എന്താ ചെയ്യുന്നത്? ഹമാസ് സ്വന്തം ജനതയോട് ചെയ്യുന്നത് പോലെ അതല്ലേ? അതായത് സ്വന്തം ജനതയെ വെടിവെച്ച് കൊല്ലുന്നത് അവർ തന്നെ റെക്കോർഡ് ചെയ്തിട്ട് പ്രചരിപ്പിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? ബാക്കിയുള്ള ആളുകൾക്ക് പാഠമാകാൻ വേണ്ടിയിട്ട്. ഇതാണ് അവിടെ നടക്കുന്നത്. എന്താണ് ഇസ്രായേലിൽ പോയിട്ട് ചെയ്തത്? ഇത് തന്നെയല്ലേ അവർ ചെയ്തത്. കാരണം അവിടേക്ക് കിബിറ്റ്സുകളിലേക്ക് ഇരച്ചു കയറിക്കൊണ്ട് അവിടെ ചെയ്തു കൂട്ടിയ സാധനം എന്തിനു വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത്? അവിടെയുള്ള ആളുകളെ ടെററൈസ് ചെയ്യുക, അത് റെക്കോർഡ് ചെയ്യുക, എന്നിട്ട് അത് പ്രചരിപ്പിക്കുക. അവരുടെ തന്നെ ടെലഗ്രാം ചാനലുകളിൽ അത് പ്രചരിപ്പിക്കുന്നു. നിങ്ങൾക്കും ജോയിൻ ചെയ്യാം. ഹമാസിൻ്റെ ടെലഗ്രാം ചാനലുണ്ട്, ഞാനും അതിനകത്ത് അംഗമാണ്. നമുക്കതിനകത്ത് സാധനം കിട്ടും, നിങ്ങൾക്കും ജോയിൻ ചെയ്യാവുന്ന സാധനമേ ഉള്ളൂ. ഇതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതുപോലെ ടെററൈസ് ചെയ്യുന്ന ഒരു രീതി, അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ചെയ്യുന്ന പ്രവൃത്തികളെ വിലയിരുത്തിക്കൊണ്ടാണ് ഇത് ടെറർ ഓർഗനൈസേഷൻ ആണോ അല്ലയോ എന്ന് നമ്മൾ, അല്ലെങ്കിൽ ടെററിസം ആണോ അല്ലയോ എന്നൊക്കെ നമ്മൾ വിലയിരുത്തുന്നത്. പക്ഷേ മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നത് എങ്ങനെയാണ്? നിങ്ങൾ എന്ത് തന്നെ ഒരു പോരാട്ടം, ഇതിനൊക്കെ പോരാട്ടം എന്നാണ് വിളിക്കുക, റെസിസ്റ്റൻസ് എന്നാണ് വിളിക്കുക, അല്ലെങ്കിൽ ഇതേപോലെ യുദ്ധം എന്നൊക്കെയാണ് വിളിക്കുക. എന്നിട്ട് നിങ്ങൾ ആർക്കെതിരെ യുദ്ധം ചെയ്യുന്നു? അമേരിക്കക്കെതിരെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് തോന്നിയാസം ചെയ്യാം, സംഘികൾക്കെതിരെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് തോന്നിയാസം ചെയ്യാം, നിങ്ങൾക്ക് ജൂതന്മാർക്കെതിരെയാണെന്നുണ്ടെങ്കിൽ എന്ത് തോന്നിയാസം ചെയ്യാം. അതൊക്കെ ജിഹാദാണ്, അതൊക്കെ നമുക്ക് പറഞ്ഞിട്ടുള്ള സാധനമാണ്. അതിനൊന്നും ടെറർ ആയിട്ട് നമ്മൾ കാണില്ല. അതിൻ്റെ പേരിൽ നിങ്ങൾ ടെററിസ്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ യു ആർ ഓൾസോ ടെററിസ്റ്റ്. ഇതാണ് പറഞ്ഞു വെക്കുന്നത്. ഇതാണ് സത്യത്തിൽ മുസ്ലിങ്ങളെ കുഴിച്ചടിക്കുന്നത്. ഈ സെയിം സാധനം ഇത് തന്നെയാണ് പോപ്പുലർ ഫ്രണ്ട് അവരുടെ വിഷൻ 2047 ആ ഡോക്യുമെൻറ്റിൽ അവർ എഴുതി വെച്ചിരിക്കുന്നത്. അതായത്
ഇത് നമ്മൾ നിരന്തരം ഈ രീതിയിൽ ശത്രു സ്ഥാനത്ത് ഇവിടുത്തെ സംഘപരിവാറിനെ പ്രതിഷ്ഠിക്കണം. എന്നിട്ട് അതിനെതിരെ നമ്മൾ നിരന്തരം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കണം. അവർ പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പഴയ പ്രശ്നങ്ങൾ കുത്തിപ്പൊക്കണം, അല്ലെങ്കിൽ പുതിയത് നമ്മൾ ഉണ്ട് എന്ന് വരുത്തി തീർക്കണം. എന്നിട്ട് നമ്മളത് പറഞ്ഞ് ഈ മുസ്ലിങ്ങളെ നമ്മളിങ്ങനെ ചേർത്ത് നിർത്തണം. എന്നിട്ട് അവിടെ ഒരു ഗ്രീവൻസ് അതെപ്പോഴും ഇങ്ങനെ നിലനിർത്തിയിട്ട് ആ ഒരു സാധനം വെച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ഒരു വലിയൊരു ഷോ ഡൗണിലേക്ക് പോകേണ്ടത്. അപ്പോൾ നമ്മൾ അവിടെ കയറി നമ്മളുടെ ടീമിലുള്ള ഈ ഫിസിക്കൽ എഡ്യൂക്കേഷനും ഈ വെപ്പൺ ട്രെയിനിങ്ങും അതുപോലുള്ള സംഗതിയൊക്കെ ചെയ്തിട്ടുള്ള ആളുകളൊക്കെ ഇറങ്ങി കളിച്ച് അതോടൊപ്പം തുർക്കി, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് ഇവരൊക്കെ കൂടി അങ്ങ് ജോയിൻ്റ് ആയി കഴിയുമ്പോൾ എല്ലാവരും കൂടി ഒരൊറ്റ ജിഹാദ്, അതിൽ നമ്മൾ ഈ ഹിന്ദു ഭരണത്തെ മുട്ടുകുത്തിക്കും. എന്നിട്ട് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്ത് മാറ്റി അവിടെ നമ്മളുടെ ശരിയെ അവിടെ കയറ്റി വെക്കും. അതുവരേക്കും അംബേദ്കർ, കോൺസ്റ്റിറ്റ്യൂഷൻ, SC ST OBC, അതുപോലെ നാഷണൽ ആന്തം, ഫ്ലാഗ്, ഇഞ്ചാതി സാധനങ്ങളൊക്കെ നമ്മളുടെ ഒരു താൽക്കാലികമായ തക്കിയ ആയുധങ്ങളായിട്ട് നമുക്ക് തൽക്കാലം ഉപയോഗിക്കാം. ഇത് പച്ചയ്ക്ക് എഴുതി വെച്ചിരിക്കുകയാണ് ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഡോക്യുമെൻറ്റിൽ. ഇതാണ് ഇതിൻ്റെ ഓപ്പറേഷണൽ രീതി എന്ന് പറയുന്നത്. ഇത് ഇന്ത്യയിൽ വെറുതെ എഴുതി കൂട്ടിയതല്ല, ഇതാണ് ലോകത്തെല്ലായിടത്തും ഇവർ അപ്ലൈ ചെയ്തിട്ടുള്ള സാധനം. ഇതാണ് നമ്മളെടുത്ത് പറയുന്നത്. ഇതാണ് നമുക്ക് ഇവിടെ ഏറ്റവും വലിയൊരു കീറാമുട്ടിയായിട്ട് മാറും. മുസ്ലിങ്ങൾ ഈ പറയുന്ന സാധനത്തിൽ പെട്ടുപോകുന്നതും അവരതിൽ നിന്ന് വിടുതൽ നേടിക്കൊടുത്തുകൊണ്ട് അവരെ രക്ഷിക്കാൻ നമുക്ക് സാധിക്കാതെ പോകുന്നതിൻ്റെ കാരണം ഈ യാഥാർത്ഥ്യം അവർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ ഇതിനെ കുഴച്ച് മറിച്ചിട്ടിരിച്ച് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ശരി ഏതാണ്, തെറ്റേതാണ്, ഏതാണ് ഭീകരവാദം, ഏതാണ് ഭീകരവാദമല്ലാത്തത് എന്ന് അവർക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ ഇത് വിശ്വാസവുമായി കൂട്ടിക്കുഴച്ചുകൊണ്ട്, ഇത് അധിനിവേശങ്ങൾക്കെതിരെയുള്ള പോരാട്ടമാണെന്ന് കൂട്ടിക്കുഴച്ചുകൊണ്ട്, അതിനോടൊപ്പമാണ് നമ്മുടെ ഈ വോക്ക് നാസികളും ഈ കമ്മ്യൂണിസ്റ്റുകാരും കൂടി ചേർന്ന് കഴിയുമ്പോൾ അത് ഒരു ഐഡൻറ്റിറ്റി പൊളിറ്റിക്സും കൂടി അങ്ങോട്ട് ആക്കി മാറ്റി കഴിയുമ്പോൾ പിന്നെ ഗെയിം ഓവറായി മാറുന്നതാണ്. കാക്കമാർ ജീവിതം കട്ടപ്പുകയാകുന്നത് ഇങ്ങനെയാണ്. ഇതാണ് ഇതിൻ്റെ കാര്യം. അവസാനം എന്താണ് സംഭവിക്കുന്നത്? മുസ്ലിങ്ങളെ നാട്ടുകാർ മുഴുവൻ വെറുക്കുന്ന അവസ്ഥയിലേക്ക് വരികയാണ്. ഒരൊറ്റ ഒരെണ്ണത്തിനും കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നു. തീവ്രവാദികൾ ചെയ്യുന്നതിൻ്റെ ആ ദുരിതം പേറേണ്ടി വരുന്നത് സാധാരണ മുസ്ലിങ്ങളാണെന്ന് പറയുന്നതാണ്. അതായത് ഈ ഇസ്ലാമിക് പൊളിറ്റിക്സ് അല്ലെങ്കിൽ തീവ്രവാദം ഇതിൻ്റെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ ഇര എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ തന്നെയാണ്. ഇതാണ് നമ്മളെപ്പോഴും പറയുന്നത്. സോ ഇതാണ് ഈ ഒരു വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത്. ഇനി ഇത് കമ്മ്യൂണിസ്റ്റുകാർ ഇതിനോട് എങ്ങനെയാണ് നിന്നതെന്നുള്ളത്, ഈ പറയുന്ന വിഷയം ഉണ്ടായ സമയത്ത്, ലാദനെ കൊന്ന സമയത്ത് അവിടെ സുധാകരൻ കവിത എഴുതിയിട്ടാണ് അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത്. അപ്പോൾ ഒരു വശത്ത് മയ്യത്തംസ്കാരം, ഇപ്പുറത്ത് ചരമഗീതം. ഇതാണ് ആകെ കൂടി നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട അന്നത്തെ സംഭവങ്ങൾ എന്നത്, വൃത്താന്തങ്ങൾ അതൊക്കെയാണ്. അപ്പോൾ എന്താണ് സുധാകരൻ എഴുതിയത്? ബിൻ ലാദൻ ഭീരുവാണിയൊരു ഒബാമയൊന്നോർക്കുക എന്നൊക്കെ പറഞ്ഞ് ലാദന് വേണ്ടി ഒരു ചരമഗീതം. അപ്പോൾ സുധാകരൻ എഴുതിയതാണ് ബിൻ ലാദൻ ആഴിത്തടത്തിൽ ജ്വലിക്കുന്നൊരാത്മാവു നീ തന്നെയല്ലേ ബിൻ ലാദൻ. ആഴിക്ക് അഗ്നി കൊളുത്തുന്ന ഘോരമാം പോരിനു നീ തീയെറിഞ്ഞോ. ആഴി കത്തിപ്പോയി ആകാശം എത്തുന്ന നാളുകൾ എത്തുമോ ലാദൻ. വയലാർ എഴുതുമോ ഇതുപോലെ എന്ന് ചോദിച്ചു പോകുന്ന അങ്ങനെയാണ്. ഏതായാലും കൊള്ളാം. അപ്പോൾ ഒരു വശത്ത് മയ്യത്തംസ്കാരം, അപ്പുറത്ത് ചരമഗീതം. ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ഇതാണ് ഇസ്ലാമോ ലെഫ്റ്റ് എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഒരു വശത്ത് ഇസ്ലാമും മറുവശത്ത് ലെഫ്റ്റ്, ഇത് രണ്ടും കൂടി ജോയിൻ്റ് ആയി കഴിയുമ്പോൾ ഉണ്ടാകുന്ന സാധനം എന്താണ്? കാക്കമാരുടെ ജീവിതം കട്ട പുകയാവും എന്ന് പറയുന്നത് ഇഞ്ചാതി സാധനങ്ങൾ വരുമ്പോഴാണ്. ഇതാണ് നമ്മളിവിടെ കണ്ടത്. ഇതാണ് ഒരു കാലഘട്ടത്തിൽ ഇതിൻ്റെ അവസ്ഥ. ഇന്ന് ഇങ്ങനെ ഒരു തീവ്രവാദി ചത്ത് കഴിയുമ്പോൾ അയാൾക്ക് വേണ്ടിയിട്ട് ഇതുപോലെ കവിത എഴുതാനുള്ള ത്രാണിയൊന്നും ഇന്നത്തെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇല്ല കേട്ടോ. അത് നമ്മൾ പറയണത്. കാരണം എന്താണ്? ഇതൊരു നാറ്റക്കേസായി മാറി. എന്തുകൊണ്ട്? ഇതുപോലെ പച്ചയായിട്ടുള്ള വിമർശനങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ട് മാറും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് ഇതുപോലുള്ള കമൻറ്റുകൾ ഇടുന്ന ആളുകൾ, ഇന്ന് ഈ തരം ആളുകളെ നമുക്ക് പെട്ടെന്ന് പിൻ പോയിൻ്റ് ചെയ്യാൻ പറ്റുകയാണ്. ഇവനാൾ ശരിയല്ല, ഇവൻ ഒരു ജിഹാദിയാണ്. അപ്പോൾ എവറി മുസ്ലിം ഈസ് എ പൊട്ടൻഷ്യൽ ജിഹാദി എന്ന് പറയുന്ന സാധനം അതിവിടെ വർക്കൗട്ട് ആവുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഓരോ മുസ്ലിമും ജിഹാദി ആണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ പാകത്തിന് അവരുടെ ആക്ഷൻസ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നിലയിലേക്ക് ബാക്കിയുള്ള ആളുകൾ മാറുകയാണ്. അങ്ങനെ വരുമ്പോൾ എന്താണ്? അവർക്ക് ഇതൊരു ക്ലിയർ ആയിട്ടുള്ള സാധനം അവർ നോക്കും. ഇവൻ എങ്ങനെയാണ് ഇവൻ്റെ നിലപാട്? ഇവൻ ഇങ്ങനെ സാധനമുണ്ട്, ഓക്കെ ഇവൻ ജിഹാദി ആവാനുള്ള സാധ്യതയുണ്ട്. ഇവൻ ഇങ്ങനെയല്ല, ഓക്കെ ഇവൻ ജിഹാദി അല്ല, ഇവനെ നമുക്ക് നമ്പാം, അവനെ നമുക്ക് നമ്പാൻ പറ്റില്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ഇവിടെ ഒരു ക്ലാരിറ്റി വരുന്നൊരവസ്ഥയിലേക്കും കൂടിയാണ് കാര്യം. ഞാൻ അതുകൊണ്ട് തന്നെയാണ് അത് പറയുന്നത്. എവറി മുസ്ലിം ഈസ് എ പൊട്ടൻഷ്യൽ ജിഹാദി ആൻഡ് ഓൾസോ പൊട്ടൻഷ്യൽ എക്സ് മുസ്ലിം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഇത് ഓരോ ആളുകളും മനസ്സിലാക്കണം. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയേണ്ടി വരുന്നത്? കാരണം ഇത്രമാത്രം ഫ്രീക്വൻസി ഈ പറയുന്ന വിഷയങ്ങളിൽ ഉണ്ടാകുന്നു. തീവ്രവാദത്തിൻ്റെ കാര്യത്തിൽ മുസ്ലിങ്ങളുടെ ഇടയിൽ ഒരു ബോംബ് പൊട്ടിക്കഴിഞ്ഞാൽ അതൊരു മുസ്ലിം ആകും എന്ന് ബാക്കിയുള്ളവർ പറയുന്നത് അവരുടെ ഭയം കൊണ്ടും അവരുടെ ബയസും അല്ലെങ്കിൽ അവരുടെ തലയിലിരിക്കുന്ന സംഗീതവും എന്തു തന്നെയാണ് നിങ്ങൾ പറഞ്ഞു. പക്ഷേ ഒരു ബോംബ് പൊട്ടിക്കഴിയുമ്പോൾ പഠിച്ചോനെ ഇത് ഞമ്മളാവല്ലേ എന്ന് ഒരു മുസ്ലിം പറയുന്നുണ്ടെങ്കിൽ അതെന്തിൻ്റെ പേരിലാണെന്നാണ് നിങ്ങൾ ആദ്യം എനിക്ക് പറഞ്ഞത്. എന്നാൽ മറ്റേത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളത് പറയുന്നുണ്ട്. അതായത് ഞാനൊരു വിശ്വാസിയായിരുന്ന സമയത്തും എൻ്റെ മനസ്സിലൂടെ പോയിരുന്നൊരു സാധനമാണ്, എവിടെയെങ്കിലും ഒരു ബോംബ് പൊട്ടിയാൽ പഠിച്ചോനെ ഇത് ഞമ്മളാവരുതേ, ഞമ്മക്ക് ചീത്തപ്പേരാകരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ഗതികേട് ഒരു മുസ്ലിമിനുണ്ടെന്ന്. ഇതിന്ന് ഓരോ മുസ്ലിമിനുണ്ട്.
ഇവിടെ കളമശ്ശേരി ബോംബ് സ്ഫോടനം ഉണ്ടായപ്പോൾ എന്താണ് ഇവിടെ ആളുകൾ പറയുന്നത്? ഇപ്പോൾ വരും മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞ്. അപ്പോൾ എന്തിനാണ് മുസ്ലിങ്ങൾ അങ്ങനെ പറയുന്നത്? ഇതാ ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ മുസ്ലിങ്ങൾക്ക് തന്നെ അറിയാം എന്തോ കുഴപ്പമുണ്ടെന്ന്. ഇതല്ലേ അവിടെ പ്രശ്നം. അപ്പം നിങ്ങൾ സ്വയം ചോദിക്കുക. എന്നിട്ട് മതി ബാക്കിയുള്ള ആളുകൾ നിങ്ങളെ സംശയിക്കുന്നത് എന്തിൻ്റെ പേരിലാണെന്ന് നിങ്ങൾ അന്വേഷിക്കുന്നത്. നിങ്ങൾ ആദ്യം സ്വയം ചോദിക്കുക, എന്തിനാണ് നിങ്ങൾ പ്രാർത്ഥിച്ചത്? ഇത് നമ്മളാവരുതേ എന്ന്. അപ്പം നിങ്ങൾക്കറിയാം എന്തോ കുഴപ്പമുണ്ട്. ഇത് തന്നെയാണ് നമ്മൾ പറയുന്നത്. ഈ കുഴപ്പം എങ്ങനെ വന്നു? ഈ തീവ്രവാദികൾ ഒപ്പിച്ച ഈ ഫ്രീക്വൻസി, അവർ ഈ സാധനങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു ബോംബ് പൊട്ടിക്കഴിഞ്ഞാൽ, ചേക്കിലൊരു കളവ് നടന്നു കഴിഞ്ഞാൽ, അത് നിരന്തരം പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത് കാക്കമാരാകുമ്പോൾ, നിരന്തരം കട്ടുകൊണ്ടിരിക്കുന്നത് മീശമാധവനാകുമ്പോൾ, അടുത്തൊരു ബോംബ് പൊട്ടുമ്പോൾ, അടുത്തൊരു കളവ് നടക്കുമ്പോൾ അത് മീശമാധവനാണോ എന്ന് സംശയിക്കുന്നത് പോലെ അത് കാക്കാനാണോ എന്ന് സംശയിക്കാനുള്ള വഴി ഇവിടെ ഉണ്ടാകുന്നു. ഇതിനെയാണ് നമ്മൾ പറയുക മീശമാധവൻ എഫക്റ്റ് എന്ന് പറയുന്നത്. ഒരു ഫ്രീക്വൻസി ബയസാണ്. ഇത് നിരന്തരം സംഗതികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അടുത്തതുണ്ടാകുമ്പോൾ അത് ആദ്യം ഇത്ര നാൾ ചെയ്തതിൽ ഏറ്റവും കൂടുതൽ പിടിക്കപ്പെട്ട ആൾ തന്നെ ആകാനാണ് സാധ്യത എന്നത് സ്വാഭാവികമായിട്ടുണ്ടാകുന്നതാണ്. പക്ഷേ അത് ശരിയല്ല എന്നാണ് ഞാനും പറയുന്നത്. അങ്ങനെ ചിന്തിക്കുന്നത് ശരിയല്ല. പക്ഷേ ഇത് വന്നാൽ അത് മുസ്ലിങ്ങളെയല്ലേ ബാധിക്കുക? അതല്ലേ നമ്മളിവിടെ പറയുന്നത്. ഇനി ഇതൊക്കെ നമ്മളിത് പറയുന്നു, ഇതൊക്കെ എവിടെയാണ് ഇപ്പോൾ അപ്ലൈ ചെയ്ത് നിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് പ്രാങ്കുകളായിട്ട് മാറിയിരിക്കുകയാണ്. അതുപോലെ തന്നെ സിനിമകളിൽ ഇത് ഇടം പിടിക്കുന്നു. കാക്കമാരുടെ ഈ ഒരു ഫ്രീക്വൻസി, ഈ മീശമാധവൻ ഇഫക്റ്റ്. ഏതുപോലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചില പ്രാങ്ക്സൊക്കെ. അതായത് ഓടുന്ന ട്രെയിൻ, അതിനകത്തേക്ക് അല്ലെങ്കിൽ ബാർബർ ഷോപ്പിലൊക്കെ ആളുകൾ ഇരിക്കുന്നിടത്തേക്ക് ഒരു ബാഗ് ചുമ്മാ കൊണ്ടിട്ടിട്ട് ഒരാളങ്ങ് ഓടും. ആളുകൾ ജീവനും കൊണ്ട് ഓടുകയാണ്. കാരണം ഇട്ട ആളുടെ രൂപം ഒരു കാക്കാനായിരുന്നു. അയാളൊരു മീശല്ലാതെ താടി വെച്ച രൂപത്തിൽ വന്നിട്ട് ഒരു ബാഗ് ഇട്ടിട്ട് ഓടിയാൽ, ചുമ്മാ പ്രാങ്ക് കാണിച്ചാണെങ്കിലും നാട്ടുകാർ ജീവനും കൊണ്ട് ഓടുന്ന അവസ്ഥയാണ്. ഇതാണ് അവസ്ഥ. വെറുതെ ഒരു സ്ഥലത്ത് നിന്ന് അല്ലാഹു അക്ബർ എന്ന് വിളിച്ചാൽ ഒരു സീൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ട്രംപ് ഇങ്ങനെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഏതോ ഒരു ചങ്ങാതി അല്ലാഹു അക്ബർ എന്നങ്ങ് വിളിക്കും. ട്രംപ് ഉടനെ കൈകൊണ്ട് തടയുന്നു, ബുള്ളറ്റ് കൈകൊണ്ട് തടയുന്ന ട്രംപ്. വെറുതെ അല്ല മൂപ്പര മണ്ടെന്ന് വിളിക്കണേ. ഇതാണ് അവസ്ഥ. അപ്പോൾ ആളുകൾ ഭയക്കുന്നു അല്ലാഹു അക്ബർ കേൾക്കുമ്പോൾ. ഒരു ഹല്ലേലൂയ എന്ന് വിളിച്ചാൽ ആരും കൈ പൊക്കി ഇതേപോലെ ഓടാൻ നിൽക്കില്ല. ജയ് ശ്രീറാം എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഓടാൻ നിൽക്കില്ല ആരും. പക്ഷേ അല്ലാഹു അക്ബർ എന്ന് വിളി കേട്ടാൽ എല്ലാവരും ഓടും. കാക്കാമാർ വരെ ഓടും, മുണ്ടും പൊക്കി ഓടും. ഇതാ ഞാൻ പറയുന്നത്. ഞാൻ വരെ ഓടും. പിന്നെയാണോ? ഇതാണ് അവസ്ഥ. വിശ്വനാഥൻ ഡോക്ടർ വരെ ഓടും. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇനി ചില സിനിമ ഞാൻ എപ്പോഴും പറയുന്നതാണ്. അതിൽ എന്താണ് അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ സ്റ്റേഡിയം ഒഴിപ്പിക്കണം, അപ്പോൾ എല്ലാവരോടും ഒഴിഞ്ഞു മാറണം എന്ന് പറഞ്ഞിട്ട് ആരും മാറുന്നില്ല. മൂപ്പര് അറ്റ കൈക്കൊരു പണിയെടുക്കണം. എന്താണ്? ആളുടെ ഇടയിലേക്ക് കയറി നിന്നുകൊണ്ട് അല്ലാഹു അക്ബർ എന്ന് അങ്ങോട്ട് വിളിക്കും. ഒരാളും അയാളെ തള്ളി പിടിക്കാൻ പോകില്ല. കാരണം അയാൾ മേത്ത് ബോംബുണ്ട് എന്നുള്ളതാണല്ലോ. കാരണം ബെൽറ്റ് ബോംബ് അല്ലെങ്കിൽ മറ്റേ ജാക്കറ്റ് ബോംബൊക്കെ ആണല്ലോ എല്ലാവരും വെച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആരും പോയി കെട്ടിപ്പിടിക്കില്ല, അല്ലെങ്കിൽ പിടിക്കാൻ നോക്കില്ല. ആളുകൾ ജീവനും കൊണ്ട് ഓടി വിതിൻ മിനിറ്റ്സ്, സെക്കൻഡ്സ് ആ സ്റ്റേഡിയം കാലിയാകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഇതിനെ ഉപയോഗിക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇതിനെ ഇതുപോലെ ആളുകൾ ഇങ്ങനെ ഉപയോഗിക്കുന്ന തലത്തിലേക്ക് കൊണ്ടെത്തിച്ചത് ആരാണ്? അത് സംഘികളല്ല, അത് ഏതെങ്കിലും വലതുപക്ഷ നാസ്തികരല്ല, അത് ഏതെങ്കിലും വലതുപക്ഷ കൂട്ടായ്മകളല്ല, നാസികളല്ല, ആരുമല്ല. കാക്കന്മാർ, നിങ്ങളിലെ ഈ തീവ്രവാദികളാണ് അത് കൊണ്ടെത്തിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സ്വയം ചിന്തിക്കാം. ഏറ്റവും മിനിമം നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഒരു ബോംബ് പൊട്ടുമ്പോൾ ഇത് നമ്മളാവരുത്, ഇത് ഞങ്ങളാകരുതേ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങളങ്ങനെ ചിന്തിച്ചു? ഇതാണ് ഞാൻ ചോദിക്കുന്നത്. അതിന് നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ ബാക്കിയുള്ളതിനൊക്കെ നിങ്ങൾക്ക് ഉത്തരം കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഏതായാലും ഇതുപോലെ കത്തുകൾ എഴുതി ഇതിനെ തള്ളി പറയുന്ന നിലയിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചെറിയ കാര്യമൊന്നുമല്ല എന്നാണ് ഞാൻ പറഞ്ഞു വെക്കുക. അതുകൊണ്ട് എനിക്ക് ഒരു കയ്യടിയും കൂടി കൊടുക്കാൻ മുട്ടുന്നുണ്ട്. ഞാൻ അതവിടെ ഇരിക്കട്ടെ. ഒരു സുഖം. അപ്പോൾ ഏതായാലും ഇനി നേരത്തെ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, അതിൻ്റെ ഒരു വാർത്ത, ഒരു ചിത്രം കൂടി കാണിച്ചേക്കാം. ഒന്ന് ഇതാണ്, പ്രയേഴ്സ് ഫോർ അജ്മൽ കസബ് അറ്റ് മോസ്ക്, പോലീസ് ലോഞ്ച് പ്രോബ്. ഇതിവിടെ നടന്ന കാര്യമാണ്. നമ്മൾ എറണാകുളത്ത് തൃക്കാക്കര ഭാഗത്തെ കണ്ടാണ്. പോലീസ് ഹാവ് ലോഞ്ച് ആൻ ഇൻവെസ്റ്റിഗേഷൻ ഇൻ ടു ദ ഓഫറിംഗ് ഓഫ് പ്രയേഴ്സ് അറ്റ് എ മോസ്ക് ഹിയർ ഫോർ അജ്മൽ കസബ് ഹു വാസ് ഹാങ്ഡ് ഫോർ carrying out the Mumbai attack in 2008. The prayers were reportedly offered by an imam on November 23 after the Friday namaz at the mosque at nearby Trikakara. After the namaz, prayers were offered for departed souls and the priest had reportedly included the names of Kasab. ഇതാണ് സംഭവിച്ചത്. എല്ലാ പള്ളിയിലും ഇതേപോലെ മയ്യത്ത് നിസ്കരിക്കുന്ന ഒരാളുകളുടെ ലിസ്റ്റ് ഉണ്ടാവും. ഇതാണ് ചാത്തമംഗലത്ത് നടന്നത്. അതായത് അന്നൊരു 4-5 ആളുകളുടെ പേര് വിളിച്ചു. അതിലൊരു പേര് ഒസാമ ബിൻ ലാദനാണെന്നാണ് ഈ പറയുന്നത്. അതാണ് അവർക്ക് ഓർമ്മയില്ലാതെ പോയത്. ഇത് എല്ലാ വെള്ളിയാഴ്ചയും 4-5 പേരുടെ മയ്യത്ത് നിസ്കരിക്കും. അപ്പോൾ അതിലൊരാൾ ഒസാമ ബിൻ ലാദനായിട്ട് മാറുന്നു. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. ഇതാണ് അതിൻ്റെ രീതി. അപ്പോൾ
നമ്മൾ പറയുമ്പോൾ അവർക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടില്ല. ഇപ്പോൾ ഇന്ന് ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച പള്ളിയിൽ നിങ്ങൾ ഏത് ആൾക്ക് വേണ്ടിയാണ് മയ്യത്ത് നിസ്കരിച്ചത്, അതിന് രജിസ്റ്റർ വെച്ചിട്ടൊന്നും എല്ലാവരും നിസ്കരിക്കുന്നത്. അങ്ങനെ ഇവിടെ എഴുതി വെക്കൊന്നുമില്ല. ആളുകൾ ചിലപ്പോൾ അങ്ങനെ അവിടെ വരുമ്പോൾ അങ്ങനെ എൻ്റെ മൂത്താപ്പ മരിച്ചിട്ടുണ്ട്, ഒരു മയ്യത്ത് നിസ്കരിക്കണം കേട്ടോ എന്ന് പറഞ്ഞാൽ കൊടുക്കും. ഇപ്പം എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ ഉമ്മാടെ ആങ്ങള മൂപ്പര് മരിച്ചു കഴിഞ്ഞപ്പോൾ, അതായത് വലിയ മാമ മരിച്ചു കഴിഞ്ഞപ്പോൾ പ്രായം ചെന്ന് മരിച്ചതാണ്. മൂപ്പരുടെ മയ്യത്ത് നിസ്കാരം നമ്മൾ ഇതുപോലെ നടത്തിയിട്ടുണ്ട്. കാരണം എന്താണ്, അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, ഞാനാണ് ആ കുറിപ്പ് എഴുതി ഉസ്താദിൻ്റെ കൈ കൊടുക്കുന്നത്. അന്ന് നമ്മളൊക്കെ കുട്ടികളാണ്, അത് ഇങ്ങനെ കൊടുക്കുകയാണ്, ഇതേ മാമ മരിച്ചിട്ടുണ്ട്, മാമാക്ക് വേണ്ടി ഒരു മയ്യത്ത് നിസ്കാരം. അപ്പോൾ അങ്ങ് കൊടുക്കും. നമ്മളെ ഈ വഴിപാട് പറയണ മാതിരി തന്നെ ഒരു മയ്യത്ത് നിസ്കാരം മൈക്കിലൂടെ വിളിച്ച് പറഞ്ഞിട്ട് വേണ്ടോ എന്നൊക്കെ ചോദിക്കണം. ആ ഏർപ്പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരു ചുരുട്ടി അങ്ങ് കൊടുക്കും, ഒരു പേപ്പറിൽ എഴുതി അങ്ങ് കൊടുക്കും. അപ്പോൾ അതെ ഉസ്താദ് നോക്കുന്നു, അതെ ഇന്ന ആൾ മരിച്ചിട്ടുണ്ട്, അതേ വായിക്കുന്നു. ഇതാണ് സംഭവിക്കുന്നത്. അപ്പം ഇപ്പം ഞങ്ങൾ കുടുംബക്കാരായിട്ടുള്ള ആളുകൾ പല ജില്ലയിലുള്ള ആളുകളായതുകൊണ്ട്, അന്ന് ഞങ്ങൾ കോഴിക്കോടായതുകൊണ്ട് നമ്മൾ ആ പള്ളിയിൽ ചെയ്തു. അതേസമയം നമ്മളെ മറ്റ് കസിൻസ് അവരുടെ പള്ളികളിൽ അത് ചെയ്തു. അപ്പോൾ ഇതൊരു വിശ്വാസികളുടെ ഇടയിൽ നിൽക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇതിങ്ങനെ ചെയ്യും. ഒരു 4-5 പേരുടെ മയ്യത്ത് നിസ്കാരമൊക്കെ ഉണ്ടാവും ഒരു വെള്ളിയാഴ്ച. അതിലൊരാളായിരുന്നു ഈ പറയുന്ന ഈ ഒസാമ ബിൻ ലാദൻ. പക്ഷേ ഒസാമ ബിൻ ലാദനെ ഇൻക്ലൂഡ് ചെയ്തപ്പോൾ അതിന് ഒരു റീസൺ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു നേതാവ് ഇതേപോലെ ഫൈറ്റ് ചെയ്ത് മരിച്ചതാണ്, അതുകൊണ്ട് നമുക്കിത് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ചാത്തമംഗലം ജുമാ മസ്ജിദ് കമ്മിറ്റിക്കാരോടാണ് എനിക്ക് പറയാനുള്ളത്, ഇതാണ് നിങ്ങളന്ന് ചെയ്തത്. ഓക്കെ, ഇനി അടുത്ത മയ്യത്ത് നിസ്കാരം SIO. ഇത് റിപ്പോർട്ട് ചെയ്ത് എവിടെയാണെന്ന് നോക്കുക, ഓർഗനൈസറിൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ചെയ്യുന്ന സാധനം എങ്ങനെയാണ് സംഖ്യയ്ക്ക് വളമാകുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. എന്നിട്ട് ഇത് നാട്ടുകാർ പറയുമ്പോൾ സംഖ്യ വളരുന്നേ, നിങ്ങൾ പറഞ്ഞാൽ സംഖ്യ വളരും എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിച്ചിട്ട് കാര്യം, നിങ്ങളാണ് സംഖ്യയ്ക്ക് വളർട്ട് കൊടുക്കുന്നത്. നിങ്ങളോട് ആര് പറഞ്ഞു ഈ പറയുന്ന തീവ്രവാദികൾക്ക് മയ്യത്ത് നിസ്കരിക്കാൻ? ഇത് അവർ ആഘോഷിക്കില്ലേ? ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. എന്നിട്ട് ആഘോഷിച്ചത് കാണുമ്പോൾ അതേ സംഖ്യ ആഘോഷിക്കുന്നു എന്ന് പറഞ്ഞ് നിലവിളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? നിങ്ങൾ സാധനം ഇട്ട് കൊടുത്താൽ അവർ ആഘോഷിക്കും, സാധനം ഇട്ട് കൊടുക്കാതിരിക്കുക. ഇതാണ് ഞാൻ പറയണത്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി, ഞാൻ ഈ യൂട്യൂബ് വീഡിയോ ഒക്കെ നിർത്തണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇമാതിരി പോക്കിരിത്തരം കാണിക്കണം, നിർത്തുക. എന്നാൽ ഞാൻ പട്ടിണി കിടന്ന് എല്ലാം തോലുമായി ഞാൻ ചത്ത് മലച്ചോളും. ഇതാണ് ഞാൻ പറയുന്നത്. പക്ഷേ നിങ്ങളിത് ഇങ്ങനെ ഇട്ട് തന്നുകൊണ്ടിരുന്ന, ഞാനിപ്പോൾ നേരത്തെ കഞ്ഞിയായിരുന്നു കുടിച്ചുകൊണ്ടിരുന്നത്, ഇപ്പോൾ ബിരിയാണി ആക്കി, ഇപ്പോൾ അതും കഴിഞ്ഞപ്പോൾ അതേ 2 നേരം അൽഫാം മന്തി കഴിക്കുന്ന അവസ്ഥയിലേക്ക് വരെ എത്തിയിരിക്കും. ഇനിയിപ്പോൾ 4-5 തവണ കഴിക്കേണ്ടി വരുമെന്നാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. ഇതാണ് അവസ്ഥ. അപ്പോൾ ഇതാ കേരള SIO, ദ ജമാഅത്ത് സ്റ്റുഡൻറ്റ് വിങ് ഇൻ ഡോക്ക് for conducting funeral prayer for Hamas leader യഹ്യ സിൻവർ. ആരാ യഹ്യ സിൻവർ? ഒക്ടോബർ 7 നടത്തിയ ഓപ്പറേഷൻ തൂഫാൻ, ഓക്കെ, എന്താണ് അൽ-അക്സ ഫ്ലഡ്, ആ സാധനത്തിന് നേതൃത്വം കൊടുത്ത, ആ ഒരു പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ഈ പറയുന്ന യഹ്യ സിൻവർ. അതായത് ഒരൊറ്റ ദിവസം ഇസ്രായേലിലേക്ക് കടന്നു ചെന്നുകൊണ്ട് 1200ഓളം ആളുകളെ വെട്ടിയും കൊന്നും വെടിവെച്ചും കത്തിച്ചും കൊന്ന ആ സൂത്രധാരൻ, അയാളാണ് ഈ പറയുന്ന തീവ്രവാദി യഹ്യ സിൻവർ. അതേപോലെ 300ഓളം ആളുകളെ പിടിച്ചുകൊണ്ട് വന്ന് ബന്ദികളാക്കി വെച്ച് ഇത്ര വർഷം 2023 മുതൽ ഈ 25 ഈ പറയുന്ന സമയം വരേക്കും അവരെ ടോർച്ചർ ചെയ്ത് അതിലുള്ള ആളുകൾ കൊന്നു തള്ളിയ ആ വ്യക്തിയാണ്. അതിൻ്റെ മാസ്റ്റർ മൈൻഡാണ് ഈ ചങ്ങാതി. ഈ ചങ്ങാതിയുടെ മരണം നിങ്ങൾ കണ്ടു കാണും. മറ്റേ ഡ്രോണ് വടികൊണ്ട് എറിഞ്ഞിടുന്ന അവസ്ഥ വരെ എത്തി. അതായത് വേറെ ഒന്നുമില്ല കയ്യിൽ, വലിയ പോരാളിയാണ്. അവസാനം എന്തായി? ഇതേപോലെ കടന്ന് ചത്ത് മലയ്ക്കുന്ന അവസ്ഥയിലേക്ക് വരെ വന്നു. ഇതാണ് ഉണ്ടായത്. ഇതാണ് ഓരോ തീവ്രവാദികളുടെയും, ഒരു തീവ്രവാദിയാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് അധികം നാൾ ആയുസ് ഉണ്ടാവില്ല. അതാണ് ഉണ്ടാവുക. ഒരു 4-5 വർഷം ജീവിക്കും, അതിൻ്റെ അപ്പുറത്തേക്കൊന്നും അയാൾക്ക് ആയുസ് ഉണ്ടാവില്ല. ഇതാണ് നമ്മൾ പറയാം. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ കണ്ടതാണ് അജ്മൽ കസബിനെ നിസ്കരിച്ചവർ യഹ്യ സിൻവറിന് വേണ്ടി നിസ്കരിച്ചു. ഞാൻ പറയുന്നു, കുറേ കാലം കഴിയുമ്പോൾ ഇതൊക്കെ ആരെങ്കിലും പറയുക അത് അങ്ങനെ അവിടെ സംഭവിച്ചു എന്നൊക്കെ പറയുമ്പോൾ, ഇല്ല ഞങ്ങളങ്ങനെ നിസ്കരിച്ചിട്ടില്ല, ഞങ്ങളുടെ പള്ളിയിലൊന്നും നിസ്കരിച്ചില്ല, ഇതേപോലെ കത്തെഴുതും. ഇതാണ് ഉണ്ടാവാൻ പോണത്. അപ്പോൾ ഏതായാലും ഇതൊരു തുടക്കമാണ്, ഇതൊരു വലിയ മാതൃകയാണ്. ഞാനൊരു കയ്യടിയും കൂടി കൊടുക്കും, എനിക്ക് വയ്യ. നമ്മുടെ യൂട്യൂബ് ചാനൽ ഇവിടെ അന്നുണ്ടെങ്കിൽ അന്ന് നിങ്ങൾക്ക് ഇത് കട്ട് ചെയ്തിട്ട് പ്രചരിപ്പിക്കുക, ഇതന്ന് നമ്മൾ പറഞ്ഞിരുന്നു എന്ന് പറയും. ഇതാണ് ഉണ്ടാവുക. നിങ്ങൾ നോക്കിക്കോ, യഹ്യ സിൻവറിന് മയ്യത്ത് നിസ്കരിക്കുക അതൊരു ഫേക്ക് ന്യൂസ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു വരും. അതാണ് ഉണ്ടാവുക. അജ്മൽ കസബിൻ്റെ വാർത്ത ഇപ്പോഴേ പറഞ്ഞു തുടങ്ങി, അതൊരു ഫേക്ക് ന്യൂസ് ആയിരുന്നു, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയും. ഇതാണ് ഉണ്ടാവുക. കുറച്ച് കഴിയുമ്പോൾ ഇനി പറയും, ഇല്ല അങ്ങനെയൊന്നും നിസ്കരിച്ചിട്ടില്ല, യഹ്യ സിൻവറിന് വേണ്ടി കേരളത്തിലോ അങ്ങനെ നമ്മളങ്ങനെ നിസ്കരിക്കും. ഇതെന്താ ഇപ്പോൾ പറയുക, സംഖ്യകൾ എന്തെങ്കിലും പറഞ്ഞാൽ അതൊക്കെ അങ്ങോട്ട് വിശ്വസിക്കും. ഇതാണ് ഇനിയിപ്പോൾ പറയാൻ ഒരു 5 വർഷം കഴിഞ്ഞാൽ ഇതൊക്കെ ആയിരിക്കും ഇവിടെ പറയാം. ഇതേപോലെ കത്തൊക്കെ എഴുതിയിട്ട് ആരെങ്കിലൊക്കെ വരും. ഏതായാലും ആ കത്തിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.